സകലതും കർത്താവിൻ്റെ കരത്തിലാണ്. സകല കാര്യങ്ങളും കർത്താവിൻ്റെ കരത്തിലാണ്. നിങ്ങൾ കർത്താവിൻ്റെ കരത്തിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി ഉണ്ടായി വരിക തന്നെ ചെയ്യും. ഇന്നത്തെ അനുഗ്രഹത്തിനായി ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. നമ്മൾ തുടർമാനമായിട്ട് ഇപ്പോൾ സദൃശവാക്യങ്ങളിലൂടെയാണ് കേട്ടുകൊണ്ട് വരുന്നത്. സദൃശവാക്യത്തിൽ ഒരു വാക്യം ഞാൻ വായിക്കാം. അതിൽ ഈ വചനങ്ങൾ നമുക്ക് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനം തന്നെയാണ്. സദൃശവാക്യം 19-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയോ അത് നിവൃത്തി ആകുന്നു. ശ്രദ്ധിച്ചോണം, ഇവിടെ വചനം പറയാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. അപ്പോൾ ബൈബിള് വചനം പറയുകയാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞേ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ടെന്ന് പറ. പക്ഷെ അടുത്ത വാക്യമാണ് എന്നെ ഒത്തിരി, ഈ വചനം ഞാൻ വായിച്ച സമയത്ത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച വാക്യമാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകുന്നു. എന്നോട് കർത്താവ് എൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയുടെ തുടക്കം തന്നെ പറഞ്ഞു, എനിക്കറിയത്തില്ല യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സൂമിലോ എനിക്കറിയത്തില്ല, ലീന എന്ന് പറയുന്ന ഒരു സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച. ലീന എന്നു പേരുള്ളൊരു സഹോദരിനെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന ഈ ദിവസങ്ങളിൽ ഭാവിയുമായി ബന്ധപ്പെട്ട് കർത്താവ് വാതിൽ പ്രിയമകളുടെ മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. ലീന എന്നാണ് പേര്. പരിശുദ്ധാത്മാവ് തുറക്കാൻ ആരാ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിൽ സൂമിൽ ഇപ്പോൾ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അത് യേശുവിനെ ആരാ ബദറെ സിസ്റ്ററെ? എന്റെ പേരാ ലീന. സിസ്റ്റർ ഹലോ, സിസ്റ്റർ ആദ്യമായിട്ടാണ് പ്രാർത്ഥന കയറുന്നത്? ഹലോ, ഞാനൊരു 4-5 ദിവസമായി കയറി. 4-5 ദിവസമായിട്ടില്ല സിസ്റ്റർ. എൻ്റെ അകത്ത് പേര് വല്ല എഴുതിയിട്ടുണ്ടോ? ഞാനിപ്പോ നോക്കിയിട്ട് അത് പേരായിട്ടൊന്നും കാണുന്നില്ല. NL 21 ഒരു പാസ്വേഡ് മാത്രമേ സൂമിൽ ഞാൻ കാണൂ. എന്റെ പേര് ലീന വാട്സൺ എന്നാണ്. സിസ്റ്റർ പേര് എഴുതിയിട്ടില്ല എൻ്റെ അകത്തല്ലേ? ഇല്ല, പേര് എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ അത് നോക്കിയപ്പോൾ ഇപ്പൊ സിസ്റ്റർ സംസാരിക്കുമ്പോൾ ഞാൻ സൂമിൽ നോക്കിയപ്പോൾ NL 21 ഒരു കോഡാണ് ഞാൻ കാണുന്നത്. പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞു ലീനയ്ക്ക് വേണ്ടി കർത്താവ് വാതിലുകളെ തുറക്കാൻ വേണ്ടി പോവാണ്. സിസ്റ്റർ ഞാൻ പ്രാർത്ഥിച്ചെൻ്റെ ഉള്ളിൽ കർത്താവ് പറയുന്നു ഒരു 7 വർഷമായിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് സ്വപ്നങ്ങൾ ഒത്തിരി മനസ്സിലുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ വിപരീതമായിട്ടാണ് സഞ്ചരിക്കുന്നത്. മുന്നോട്ടിനി ഇങ്ങനെ ആയിത്തീർന്നാൽ എന്തായിത്തീരുമെന്നുള്ള വലിയൊരു ഭാരം അകത്ത് കയറിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. വലിയൊരു ഭാരം ഭാവിയെപ്പറ്റി. കേൾക്കുന്നുണ്ടോ സിസ്റ്റർ? തീർച്ചയായിട്ടും കർത്താവിനോട് പറയുന്നു ലീനയെ കർത്താവ് വലിയൊരു വഴിത്തിരിവിലേക്ക് ഉണ്ടാകും, വലിയൊരു വഴിത്തിരിവുണ്ടാകും. പിന്നീട് കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ദാവീദ് കാട്ടിൽ കിന്നരം വായിച്ചുകൊണ്ടിരിക്കുക, സ്വന്തം കുടുംബത്തിലുള്ള അപ്പന് പോലും അദ്ദേഹത്തെ പറ്റി മതിപ്പില്ല, ഒരുത്തനുണ്ടെന്നാണ് പറയുന്നത്. എന്നോട് കർത്താവ് പറയുന്നു തഴഞ്ഞിട്ടിരിക്കുന്ന ഒരു മണ്ഡലമുണ്ട്, കുടുംബക്കാരുടെ ഇടയിൽ പോലും തഴയപ്പെട്ട ഒരു അവസ്ഥയുണ്ട്, കാട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്, മാറിക്കിടക്കുക. പക്ഷെ കർത്താവ് പറയുന്നു ആ കാട്ടിക്കിടക്കുന്ന ദാവീദിനെ വിളിച്ചു വരുത്തി രാജകീയ അഭിഷേകം കൊടുത്ത് മാനിച്ചതുപോലെ എന്നോട് കർത്താവ് പറയുന്നു ദൈവം മാനിക്കാൻ പോവാണ്. ജോർജിന്റെ മുമ്പിൽ കർത്താവ് അത് മാനിക്കാൻ വേണ്ടി പോവാണ്. കർത്താവോട് പറയുന്നു ആ ഒരു വലിയൊരു സാക്ഷ്യമാക്കി കർത്താവ് മാറ്റാൻ പോവാണ്. ഏറ്റെടുത്തോണം, വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും കേട്ടോ. ആമേൻ. കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ ഉണ്ടാകാൻ പോവാണ്. ഏറ്റെടുത്തോ, വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങളെ നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്യുന്നു. തൻ്റെ വലിയ പ്രവൃത്തികളെ നമ്മുടെ നടുവിൽ ഇന്ന് കർത്താവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വചനം പറയുന്നു മനുഷ്യന്റെ ഹൃദയത്തിലെ വിചാരങ്ങളുണ്ട്, എന്നാൽ യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. വചനത്തിൽ പറയുകയാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ഒത്തിരി വിചാരണ. അപ്പോൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞത് ലീനയെ നോക്കി കർത്താവിൻ്റെ ആലോചന പറയും. എന്നോട് കർത്താവ് പെട്ടെന്ന്, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ തന്നെ ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിച്ചത്, കർത്താവ് നമ്മളെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കളിയാക്കുന്നവനും പരിഹസിക്കുന്നവനും പരാജയപ്പെടും, നിങ്ങളോട് എതിർക്കുന്ന ശത്രുക്കളെ ബൈബിൾ പറയുന്നു യഹോവ നിങ്ങളുടെ മുമ്പിൽ തോൽക്കുമാറാക്കും. ഇന്ന് നിങ്ങൾ പരിഹാസത്തിലോ നിന്നയിലോ മറ്റുള്ളവരുടെ ഭയത്തിലൊക്കെ ജീവിക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, നിങ്ങളോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിങ്ങളുടെ മുമ്പിൽ തോൽപ്പിക്കും. അത് പിശാചായിക്കോട്ടെ, മനുഷ്യന്റെ തന്ത്രമായിക്കോട്ടെ, ഏത് വലിയ ശത്രുവായിക്കോട്ടെ, ദൈവം നിങ്ങളെ അവരുടെ നടുവിൽ മേശ ഒരുക്കും. ആമേൻ. ഇവിടെ വചനത്തിൽ ശ്രദ്ധിച്ചോണം, മനുഷ്യന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ. അടുത്ത വാക്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ അത് നിവൃത്തിയാകും.
ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു യുദ്ധം നടക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ എൻ്റെ മനസ്സിൽ എവിടെയാണ് ബ്രദറെ യുദ്ധം നടക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ വചനം വിശ്വസിക്കുകയും നമ്മൾ വചനം ഏറ്റുപറയുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന ഒരു സംഭവമുണ്ട്, സംശയ വിചാര ആകുലതകൾ. ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, എപ്പോഴും നമ്മളെ വേട്ടയാടുന്നല്ലേ. നമ്മൾ പലപ്പോഴും വചനം കേൾക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ വലിയ കൃപ നമ്മളെ പൊതിയുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ വലിയ നിരാശയിലേക്ക് പോകാത്തത്. ഒരിക്കലും ഒരു ബ്രദറുമായിട്ട്, എനിക്കറിയാവുന്ന ഒരു ബ്രദറുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരു സഹോദരി അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് ആ സഹോദരി നല്ല വിദ്യാഭ്യാസമുള്ള സഹോദരിയാണ്, പക്ഷെ ജോലി ആകുന്നില്ല. ഒരു ജോലി ഉണ്ടായിരുന്നു, പക്ഷെ ചില കാരണങ്ങളാൽ ആ ജോലി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ജോലി ഇല്ലാതെ ഈ മകള് ഭാരപ്പെട്ട് ഈ ബ്രദറിൻ്റെ അടുക്കിലേക്ക് ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് വന്നു. ഇദ്ദേഹത്തിൻ്റെ അടുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുക്ക് വന്നപ്പോൾ അതേ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ മകളോട് ഇങ്ങനെ പ്രവചിച്ച് പറയാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി കർത്താവ് ഇന്ന സ്ഥലത്ത്, തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് നിനക്ക് വേണ്ടി ഒരു ജോലിയെ ദൈവം ഒരുക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയാൻ പറഞ്ഞു. പക്ഷെ ഇത് പറഞ്ഞപ്പോഴും ഈ മകൾക്കൊരു സന്തോഷമില്ല. അതായത് അത്രത്തോളം നിരാശയിൽ, ചെറുപ്പക്കാരിയാണ്, ഒത്തിരി വിദ്യാഭ്യാസമുണ്ട്, നല്ല പൊസിഷനിൽ ജോലി ചെയ്താണ്, പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു പോയി, ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ജോലി ലഭിക്കുന്നില്ല. നിരാശയകത്ത് കയറി നിറയാൻ തുടങ്ങി. നിരാശയകത്ത് കയറി നിറഞ്ഞപ്പം ദൈവത്തിൻ്റെ ആലോചന കേട്ടിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, അമ്മക്കത് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല, ഭാരം കാരണം. എന്നിട്ട് ഈ പലപ്പോഴും ഈ ബ്രദറിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറയും, ഒന്നും ആകുന്നില്ല, എപ്പോഴും സങ്കടമാണ്, ഒന്നും ശരിയാകുന്നില്ല, ഒന്നും റെഡിയാകുന്നില്ല, ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബ്രദർ പറയും, കർത്താവിൻ്റെ ആലോചന നടക്കും. അപ്പം ഇത് കേട്ടിട്ടും മാക്ക് സന്തോഷമൊന്നുമില്ല, ആ പുള്ളിക്കാരി വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ബ്രദർ പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞത് ദൈവം ചെയ്യും, അത് വിശ്വസിക്കണം. എന്നാൽ സഹോദരി പ്രാർത്ഥനയിലൊന്നും മുടക്കം വരുത്തിയില്ല, വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ബലപ്പെടുന്നുണ്ടെങ്കിലും ഹൃദയത്തിലെ ഭാരം വല്ലാതെ അങ്ങ് വർദ്ധിച്ചു. ഒരു ദിവസം ദൈവത്തിൻ്റെ ആലോചന പോലെ തന്നെ ആ ഒരു ചെന്നൈയിൽ ജോലി ലഭിക്കാൻ ഇടയായി തീർന്നു. ജോലി ലഭിച്ചിട്ട് വന്നിട്ട് പറഞ്ഞപ്പോൾ സാക്ഷ്യം പറഞ്ഞു, ബ്രദറെ എനിക്ക് ജോലി കർത്താവ് തന്നു, കർത്താവിൻ്റെ ആലോചന പോലെ തന്നെ അത് ലഭിച്ചു. പക്ഷേ എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, വെറുതെ ഞാൻ കുറേ മാസങ്ങൾ ടെൻഷൻ അടിച്ചു, ഭാരപ്പെട്ടു, ഇപ്പം അത് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടമാണ്. ശ്രദ്ധിച്ചു നോക്കി. ഇന്ന് ആ ജോലി ലഭിച്ചപ്പം ആ സഹോദരി പറയുകയാണ്, വെറുതെ ഞാൻ എന്ത് ചെയ്തു, സങ്കടപ്പെട്ടു, വെറുതെ എൻ്റെ മാസങ്ങളും ദിവസങ്ങളും ആഴ്ചകളും ഞാൻ നഷ്ടപ്പെടുത്തി, പക്ഷെ ഇന്ന് ഞാൻ അത്ഭുതമായി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ദൈവത്തിൻ്റെ ആലോചനയിൽ ദൈവം മാറാത്തവനാണ്, അത് ദൈവം ചെയ്യും. എന്നാൽ അതിൻ്റെ ഇടയിൽ വരുന്ന ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആയുസ്സിൻ്റെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ നിലനിൽപ്പിനെയൊക്കെ എന്ത് ചെയ്യും, കൺഫ്യൂഷനുകളാക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സഹോദരി മാസങ്ങളോളം കരയുക, മാസങ്ങളോളം ഭാരപ്പെടുക, പക്ഷെ ഇത് സാക്ഷ്യം ലഭിച്ചപ്പം ഭയങ്കര സന്തോഷം, കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്തല്ലോ, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തല്ലോ. പക്ഷെ ഈ സന്തോഷം എപ്പോഴാണ് അനുഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്മ കിട്ടിയപ്പോഴാണ്. ഞാൻ അതുകൊണ്ട് പറയുന്നു, ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കർത്താവിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നൊരു വാക്കുണ്ട്, മനുഷ്യൻ്റെ വിചാരത്തെപ്പറ്റി. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവർത്തിയോ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് നിരാശകളും ഭാരങ്ങളും ഭയങ്ങളും ടെൻഷനുകളും വരുമ്പം അത് നമ്മുടെ മനസ്സിലുള്ളതാണ്. അതിനെ ഓവർകം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അതിനെ എങ്ങനെ നിങ്ങൾ ജയിക്കണം എന്നറിയാവോ? ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ദൈവത്തിൻ്റെ ആലോചനയെ നടക്കത്തുള്ളൂ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, കർത്താവിൻ്റെ ആലോചനയെ എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ എന്ന് പറ. ആമേൻ. അപ്പൊ ഈ വിചാരങ്ങൾ എന്താണ് ഈ വിചാരങ്ങൾ എവിടെ നിന്ന് വരുന്നു? വിചാരങ്ങൾ എങ്ങനെയാണ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്? വിചാരങ്ങളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ ആ സഹോദരിയുടെ സാക്ഷ്യം ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിക്കോണം. ആ സഹോദരിയെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ആലോചന, നിനക്ക് ആ ജോലി തരും, ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത്, ഇന്ന സമയമൊന്നും എക്സാക്ട് ഡേറ്റ് ഒന്നും പറഞ്ഞില്ല. ചില സമയത്ത് ഞാൻ പറഞ്ഞില്ല, പരിശുദ്ധാത്മാവ് എക്സാക്റ്റ് ആയിട്ടുള്ള, നമുക്കറിയാം ഇതിൻ്റെ അകത്ത് സഹോദരി ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ UK വർക്ക് ചെയ്യുന്ന സഹോദരി ഇന്നുണ്ടോ, ആ ജോലി നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് സഹോദരി ഇന്നുണ്ടോ എനിക്കറിയത്തില്ല, ഡ്യൂട്ടിയിലായിരിക്കും. ആ സഹോദരി ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ആ സാക്ഷ്യം കേട്ടതാണ്. പലതവണ എനിക്ക് വന്ന് ഇഷ്ടം കൊണ്ട് നമ്മൾ ആ സാക്ഷ്യം പറയിപ്പിച്ചിട്ടുള്ളതാണ്. എന്നെ വിളിക്കുന്ന സമയത്തുകൊണ്ട് പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ പെട്ടി പൂട്ടി വെച്ചിരിക്കുക, എൻ്റെ കൂടെയുള്ള പലരും നാട്ടിലേക്ക് റെഡിയായിട്ടിരിക്കുക, എന്നെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു, എൻ്റെ ജോലി പോയി,
ഞാൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ് എന്ന് പറഞ്ഞാണ് സഹോദരി വിളിക്കുന്നത്. സഹോദരി പെട്ടി ബാക്കി വെച്ചെടുക്കുക. പക്ഷെ അന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സഹോദരിയെ നോക്കി ആലോചന പറയുവാൻ പറഞ്ഞു. ഈ വരുന്ന എനിക്ക് തോന്നുന്നു ജനുവരി സമയം എനിക്ക് തോന്നുന്നു, ഈ ജനുവരി തീരുന്നതിൻ്റെ അകത്ത് തന്നെ കർത്താവ് അത്ഭുതം ചെയ്യുന്നു. എത്ര പേര് ആ സാക്ഷ്യം കേട്ടായിരുന്നു? ഞാൻ എക്സാക്ട് ഡേറ്റ് ഓർക്കുന്നില്ല. കേട്ടവരാരെങ്കിലും ഉണ്ടോ സൂമില്? നിങ്ങളെല്ലാവരും കേട്ടായിരുന്നു. ഞാൻ ആ ഡേറ്റ് മറന്നുപോയി. പക്ഷേ സഹോദരി വളരെ സന്തോഷത്തോടെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ആ സഹോദരിയിൽ കണ്ടൊരു കാഴ്ച, സഹോദരി അത് ചാടി പിടിച്ചു. ഒന്നും മുതൽ എനിക്കിപ്പോഴും ഓർമ്മ, ജോലിയില്ല, ശമ്പളമില്ല, പാക്ക് ചെയ്യുന്നു. അവർ ഏത് നിമിഷവും വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഇനി അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല, UK നിൽക്കാൻ പറ്റത്തില്ല. സഹോദരി, എനിക്ക് തോന്നുന്നത് ആ സഹോദരി ആ ദിവസം ഒരൊറ്റ പ്രാർത്ഥന മുടക്കിയിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയിലുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വചനം വിളിച്ചു പറയുകയും വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. നിങ്ങൾ ആ സാക്ഷ്യം കേട്ടതാണ്, നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ആ സാക്ഷ്യം. ആ സഹോദരി സാക്ഷ്യം പറയുവാണ്, കർത്താവിൻ്റെ കൃപയാൽ പറഞ്ഞു വിടുവെന്ന് പെട്ടി പാക്ക് ചെയ്ത് പോകാൻ റെഡി ആയിട്ടുന്ന സഹോദരിയെ ആ ജനുവരി മാസം തീരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അവർ വിളിച്ചിട്ട് 3 മാസമായിട്ടുണ്ട് കൊടുക്കാത്ത സാലറിയും കൊടുത്ത്, അത് കൊടുക്കേണ്ട കാര്യം അവർക്കില്ല, അതും കൊടുത്തിട്ട് മുടങ്ങിയ സാലറിയും കൊടുത്തിട്ട് തിരിച്ചവിടെ എടുത്തു. ആ സഹോദരി സാക്ഷ്യം പറഞ്ഞതാണ്, നമ്മൾ കേട്ടതാ. അപ്പം ദൈവം ചിലപ്പോൾ അത്രത്തോളം ആഴമായിട്ട് പറയും. ജനുവരി തീരുന്നതിന് മുമ്പ് 2 ദിവസം അന്നുള്ളൂ. സഹോദരിക്ക് ഒരു മെയിൽ വന്നു. അങ്ങനെ തന്നെ ദൈവാത്മായുടെ ഓട്ടത്തിൽ മെയിലായിട്ടൊരു കൺഫർമേഷൻ വരുമെന്ന് പറഞ്ഞു, ഇമെയിൽ പോലെ കൺഫർമേഷൻ വരുമെന്ന് പറഞ്ഞു. കേട്ടത് നിങ്ങൾ ആ സാക്ഷ്യം കേട്ടുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കർത്താവിൻ്റെ കൃപയാൽ. അപ്പോൾ ചിലപ്പോൾ ദൈവം അങ്ങനെ ഇടപെടും. ചിലപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? ചിലപ്പോൾ നമുക്കൊരു വാക്കേ കിട്ടത്തുള്ളൂ, പിടിച്ചു കയറിക്കോണം. ചിലപ്പോൾ ഒരു വചനമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്, പിടിച്ചു കയറിക്കോണം. ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ ഈരടി ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്, ചാടി പിടിച്ചോണം. എന്നിട്ട് നാം എന്ത് ചെയ്യണമെന്നറിയാവോ? അതിൽ ബലപ്പെടണം. എങ്ങനെ അതിൽ ബലപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വചനത്തിൻ്റെ താഴേക്ക് വരുമ്പോൾ ഒരു വാക്യമുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ഇവിടെ 23-ാമത്തെ വാക്യത്തിൽ, യഹോവ ഭക്തി ജീവഹേതുവാകുന്നു, അതുള്ളവന് തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല. ദ ഫിയർ ഓഫ് ലോഡ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയാ. അയ്യോ, ദൈവത്തെ ഭയപ്പെടുക എന്നൊരാശയമല്ല. പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഫിയർ ഓഫ് ലോഡ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെയും ചിന്ത ദൈവത്തെ പേടിക്കണമെന്നൊരാശയമല്ല. ഈ അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്നൊക്കെ വചനത്തിൽ പറയുമ്പോൾ അവിടെ എല്ലാ ഫിയർ ഓഫ് ലോഡ് എന്നുള്ള വാക്കിന് കൊടുത്തേക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭയം എന്നുള്ളത് ദൈവം എന്നെ കൊല്ലുമെന്നോ ദൈവം എന്നെ നശിപ്പിക്കുമോ എന്നുള്ള ഭയമല്ല. ദൈവസന്നിധിയിൽ നാം കീഴ്പ്പെട്ടിരിക്കുന്നത് ഒരു അർത്ഥത്തിലേക്കാണ് ആ വാക്ക് കൊണ്ടുപോകുന്നത്. ദൈവസന്നിധിയിൽ കീഴ്പ്പെടുക. ഞാൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ദൈവമാണ് എന്നെ നടത്തുന്നത്. എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാനൊരു വാഹനം ഓടിക്കുമ്പോഴും ഞാൻ വലിയ മിടുക്കനായതുകൊണ്ടല്ല ഞാൻ വാഹനം ഓടിച്ച് നന്നായി പോകുന്നത്. കാരണം എനിക്കെതിരെ വരുന്നവൻ ഒരു നിയന്ത്രണം വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഡ്രൈവിംഗ് പഠിക്കുന്ന സ്ഥലത്തെ എനിക്കൊരു ഉപദേശം കിട്ടിയത് ഇങ്ങനെയാണ്. എന്നോട് പഠിപ്പിക്കുന്ന ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ എതിരെ വരുന്ന ആൾക്കൊരു ഭ്രാന്തനാണ് ഓടിക്കുന്നത് എന്ന് നീ ഉറപ്പിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അദ്ദേഹം പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു. എനിക്ക് ആദ്യം അത് മനസ്സിലായില്ല. പക്ഷെ ഡ്രൈവിംഗ് തുടങ്ങിയപ്പോൾ നമുക്കൊരു നമ്മുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെ ഒരു ചിന്തയുണ്ട്. കാര്യം എതിരെ വരുന്ന ആള് ഞാൻ എത്ര നന്നായിട്ട് ഓടിച്ചാലും അവൻ ചിലപ്പം നന്നായിട്ട് ഓടിച്ചില്ലെങ്കിൽ അവൻ്റെ നിയന്ത്രണം തെറ്റിയാൽ ഞാൻ അപകടത്തിലാവും, അല്ലേ? അപ്പം നമ്മൾ സൂക്ഷിച്ചത് കൊണ്ടല്ല നമ്മൾ നന്നായിട്ട് പോകുന്നത്. എതിരെ വരുന്ന ആളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നാം മനസ്സിലാക്കണം, ദൈവം എന്നെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ 23-ാം വാക്യത്തിന്റെ അവസാനം കണ്ടോ? അനർത്ഥം അവന് നേരിടുകയില്ല. ആർക്ക്? യഹോവ ഭക്തി ജീവന ഹേതുവാകുന്നവന്, അതവന് തൃപ്തനായി വസിക്കും. ഇപ്പൊ തുടക്കത്തിൽ നമ്മൾ വായിച്ചു, ഹൃദയത്തിന്റെ അകത്ത് എന്തുണ്ട്? നമുക്ക് ആകുലത വിചാരങ്ങളുണ്ട്. തുടക്കത്തിൽ നമ്മൾ വായിച്ച വാക്യം നിങ്ങൾ കണ്ടു നോക്കി. ആ വാക്യം, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, അല്ലേ? മനുഷ്യന്റെ ഹൃദയത്തിൽ ഒത്തിരി വിചാരങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ആലോചനയോ അതേ നടക്കത്തുള്ളൂ. 21-ാമത്തെ വാക്യം, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരമുണ്ട്. പല വിചാരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പല വിചാരങ്ങളാണ് പലപ്പോഴും നമ്മളെ സംശയമാക്കുന്നത്. ഇനി നമുക്ക് എപ്പോഴും പറയുന്നൊരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. മർക്കോസ് 11:23 കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഈ ഹൃദയം എന്നുള്ള വാക്ക് നിങ്ങളുടെ മനസ്സിൽ വന്നപ്പോൾ തന്നെ സദൃശവാക്യത്തിലോട്ട് വരണം. ഹൃദയത്തിൽ എന്തുണ്ട്?
ഈ 21 വാക്യപ്രകാരം കാണാൻ പറ്റുന്നുണ്ടോ? പല പല വിചാരം. ഈ പല വിചാരം ഉള്ളപ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും ഈ വചനം കേൾക്കുന്നത്. എൻ്റെ ബ്രദറെ, ഞാൻ വലിയൊരു പ്രശ്നത്തിൻ്റെ, ഇപ്പം നമ്മൾ സഹോദരി തുടക്കത്തിലൊരു പ്രാർത്ഥനാ വിഷയം ചോദിച്ചല്ലോ, ആ കുവൈറ്റിലുള്ള ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ ഇപ്പം വലിയ ഭാരമാണ്. ഇത്രയും വലിയൊരു ഭാരവും വെച്ചോണ്ടാണ് മർക്കൂസ് 11 പറയുന്നത്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിക്കണം. അപ്പം നമ്മുടെ അകത്ത് വലിയൊരു ഭാരം കിടക്കുവാണ്. സദൃശവാക്യത്തിൽ പറയുവാണെങ്കിൽ വിചാരങ്ങൾ, സഹോദരി തുടക്കത്തിലേ പറഞ്ഞല്ലോ, വിസയില്ല, അവിടെ ഇപ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, പലരും മരണപ്പെട്ടു. അപ്പം അവർ പോലീസുകാർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, വിസ കൊടുത്തിട്ട് റെഡിയായിട്ടില്ല. അപ്പം ഭയമാണ്, പോലീസ് പിടിക്കുവോ, അങ്ങനെ ഒരു എന്തെങ്കിലും അനർത്ഥം ഉണ്ടാകും, ഒരു ഭയം കിടപ്പുണ്ട്. നമ്മൾ വിളിച്ചു കയറ്റിയതല്ലത്, സഹോദരി വിളിച്ചു കയറ്റിയതാണോ? ഭയം വരട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റിയതല്ല, ആ ഭയം തന്നെ വന്നതാ. ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പം ആ പ്രശ്നത്തിൻ്റെ അകത്തൊരു പാക്കേജ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഫോൺ മേടിക്കുന്ന സമയത്ത് തന്നെ ഫോണിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെ അകത്ത് പാക്കറ്റ്, അത് ഹെഡ്സെറ്റ് ഉണ്ട്, ചാർജർ ഉണ്ട്, ഇതെല്ലാം ഒരു പാക്കേജ് ആയിട്ട് വരുന്നതാണ്. അതേപോലെ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ കൂടെ ഭയമുണ്ട്, ആകുലതയുണ്ട്, കരയിപ്പിക്കാനുള്ള സംഭവങ്ങളുണ്ട്, നമുക്ക് ഒത്തിരി ഭാരങ്ങളെ ഇടുന്ന ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒരു പാക്കേജാണ്. അപ്പോൾ ഈ പാക്കേജ് വിഷയം വരുമ്പോൾ തന്നെ ഇത് നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറുക. ഇതും വെച്ചോണ്ടാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ, ശ്രദ്ധിച്ചോണം, ഹൃദയത്തിൽ വിചാരം കിടപ്പുണ്ട്. ഹൃദയത്തിലെ വിചാരങ്ങൾക്കകത്തിരുന്നുകൊണ്ട് നാം വിശ്വസിക്കുമ്പോൾ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പൊ ഹൃദയത്തിൽ സംശയം വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യഹോവ ഭക്തി ഹേതുവാകണം. അതുള്ളവന് തൃപ്തിയാകുകയും വസിക്കും. തൃപ്തിയായി വസിക്കും എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? തൃപ്തിയോടെ ഇരിക്കുന്നവനായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും ഇതൊക്കെ നമ്മൾ ശീലിക്കണം. പറഞ്ഞു ജീവിതത്തിൽ ശീലിച്ചു. കർത്താവാണ് എന്നെ നടത്തുന്നത്. എൻ്റെ കൂടെ പറ, കർത്താവാണ് എന്നെ നടത്തുന്നത്. എൻ്റെ കൂടെ പറഞ്ഞ, കർത്താവാണ് എന്നെ നടത്തുന്നത്. ഇതെപ്പോഴും പറയണം. എനിക്ക് ഒത്തിരി ശമ്പളം ഉള്ളതുകൊണ്ടല്ല ഞാൻ നടക്കുന്നത്. എനിക്ക് ഒത്തിരി ശമ്പളം ഉള്ളതുകൊണ്ടല്ല ഞാൻ നടക്കുന്നത്. എനിക്ക് ഒത്തിരി എന്താ പറയുന്നത്, നല്ല ആരോഗ്യം ഉള്ളത് കൊണ്ടൊന്നും അല്ല ഞാൻ നടക്കേണ്ടത്. ദൈവമാണ് എന്നെ നടത്തുന്നത്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നറിയാവോ? ഞാൻ ദൈവത്തിൻ്റെ കൃപയുടെ കീഴിലാണെന്ന് എന്നോട് തന്നെ ഞാൻ ബോധ്യപ്പെടുത്തുക. യഹോവ ഭക്തി എന്ന് പറയുമ്പോൾ, ഫിയർ ഓഫ് ലോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അണ്ടറിലേക്ക് നാം വരികയാണ്. വചനത്തിൽ ദൈവത്തിന് കീഴടങ്ങിയിരിപ്പിൻ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ യേശുക്രിസ്തു, നിങ്ങൾ അതിൻ്റെ ഒരു വ്യക്തമായ ഒരു ഉദാഹരണമാണ് യേശുക്രിസ്തു ഭൂമി വന്ന് നമ്മളെ കാണിച്ചു തന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് കർത്താവ് അവരെ കൊണ്ട് കാല് നിർമ്മിക്കുകയും, ഇങ്ങോട്ട് വാ പത്രോസ്, നിന്നെ ഞാൻ ഇപ്പോൾ കീറിക്കളയെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. എന്നെ അനുസരിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ കേട്ടോ, ഇങ്ങോട്ട് വാ. അല്ല, കർത്താവ് അവരോട് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യേശുവിനോട് ഭയങ്കരമായ ഒരു റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. കർത്താവിനോട് വലിയ റെസ്പെക്റ്റ് ആയിരുന്നു അവർക്കല്ലേ. നമ്മൾ പറയുന്നത് പോലെ കർത്താവിനെ അവർ മൈൻഡ് ചെയ്യാത്തവരല്ല. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, ഞങ്ങൾ നിന്നെ വിട്ട് പോകത്തില്ല, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്. ആമേൻ. അപ്പൊ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാര് യേശുവിൻ്റെ മീതെയല്ല അവർ നടന്നത്, കർത്താവിൻ്റെ കീഴ്പ്പെട്ടാ നടന്നത്. അവരൊരിക്കലും യേശുവിൻ്റെ മുകളിൽ വരാൻ ആഗ്രഹിച്ചില്ല, ക്രിസ്തുവിന് കീഴ്പ്പെട്ട്. എന്നാൽ യേശുവുമായിട്ട് നല്ല ബന്ധവുമായിരുന്നു. നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പിതാവ് പുത്ര ബന്ധമാണ്. ഒരു പഴയ നിയമ ഭക്തനെ സംബന്ധിച്ചിടത്തോളം യഹോവ ഭക്തനാണവൻ. ദൈവത്തെ യജമാനനായിട്ട് അവൻ കാണുന്നു. എന്നാൽ അവൻ, നമുക്കറിയാം, പിന്നീട് വനജയിലേക്ക് വരുന്ന സമയത്ത് ബൈബിളിൽ പലയിടങ്ങളിൽ പറയുന്നു, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നും ദൈവത്തിൻ്റെ സുഹൃത്തെന്നും യഹോവ എൻ്റെ ഇടയിൽ നിന്നൊക്കെ പല രീതിയിൽ പറയുന്നുണ്ട് അവർ, ദൈവത്തിൻ്റെ ഭക്തന്മാർ. നാം തിരിച്ചറിയണം, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തെ വിചാരങ്ങളല്ല നടക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ ആലോചനയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. നിങ്ങൾ എല്ലാ ദിവസവും ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുവോ ഇല്ലയോ? മാറും. ആമേൻ. അതിൻ്റെ കാരണം യഹോവയുടെ ആലോചന നിവർത്തിയാകും. അതായത് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആലോചന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്, അല്ലെങ്കിൽ ദൈവം തരുന്ന പ്രവചന ആലോചനകളാണ്. ഇതേ നിവർത്തിയാകത്തുള്ളൂ. നിങ്ങൾ എല്ലാ ദിവസവും ഇത് പറയുമ്പോൾ ഈ വചനവുമായിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടാവുക.
അത് നിവർത്തിയാകും, ഫുൾഫില്ലാകും, കംപ്ലീറ്റ് ആകും. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഫിനിഷ്ഡിലേക്ക് വരുവാനിടയായിത്തീരും. അതിൻ്റെ കാരണം എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങളെ അടിച്ചമർത്തുവാൻ ശക്തിയുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കാണ്, ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്ന. അപ്പം നമ്മുടെ ചിന്തയിൽ എനിക്ക് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയാന്നുള്ളതല്ല. ഇപ്പം ഞാൻ ഇന്ന് ഇവിടെ വിളിച്ചു പറയുക അതുണ്ടാകട്ടെ ഇതുണ്ടാകട്ടെ എന്ന ആശയമല്ല. നമ്മൾ പലപ്പോഴും പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവമാണ്, താൻ പറയുന്നത് സംഭവിക്കും. എനിക്കിഷ്ടമുള്ള, ഇപ്പം ഞാൻ ഉദാഹരണം നിങ്ങൾ തന്നെ ഒരു ഉദാഹരണം മനസ്സിൽ ചിന്തിച്ചു. നിങ്ങളുടെ മനസ്സിലുള്ളത് എല്ലാ ആഗ്രഹങ്ങളും ചിലപ്പം ദൈവത്തിന് ഇഷ്ടമുള്ളതായിരിക്കത്തില്ല, അല്ലേ? എൻ്റെ ഇപ്പോൾ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയാം, ഈ മാനവജാതിക്ക് നാശം വിതയ്ക്കുന്ന എൻ്റെ ആഗ്രഹമായിരിക്കും. ഞാൻ ആഗ്രഹിക്കുക എല്ലാവരും നശിക്കട്ടെ, പക്ഷെ എനിക്ക് ഗുണമുണ്ടാകണം, ഞാൻ പറയുന്നത് സംഭവിക്കും. അതല്ല, എപ്പോഴും ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് ബൈബിളിൽ കണ്ടാൽ ഞാൻ കേട്ടതാണ് പറയേണ്ടത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടെ വ്യക്തമായി പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും, പറയാതെ എങ്ങനെ കേൾക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തി പറയണമെങ്കിൽ അവൻ കേൾക്കണം. യേശു പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത്, അപ്പോൾ നിങ്ങൾ കേൾക്കണം. വിശ്വസിച്ചുകൊണ്ട് മലയോട്. അപ്പം വിശ്വസിക്കണമെങ്കിൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും സംഭവിക്കുന്നു. അപ്പം വചനപ്രകാരമായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. നമ്മളെപ്പോഴും എപ്പോഴും എടുക്കുന്ന ഒരു ഉദാഹരണമാണ്, ഇപ്പം ഒരു രോഗിയെ നോക്കിയിട്ട് നിങ്ങൾ പറയുക യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വരട്ടെ എന്ന് പറഞ്ഞാൽ താൻ പറയുന്നത് സംഭവിക്കും. അതിൻ്റെ കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കേട്ടതാ പറയുന്നത്, ഞാൻ കേട്ടതാണ് വിശ്വസിക്കുന്നത്, അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഹൃദയം പറയുന്നു, അതൊന്നും മാറാൻ പോകുന്നില്ല, ആ രോഗമൊന്നും മാറാൻ പോകുന്നില്ല, ആ പ്രശ്നമൊന്നും മാറാൻ പോകുന്നില്ല, പിന്നെ ഈ 10 കോടി രൂപയുടെ കടം എങ്ങനെ തീരാനാ, ലോട്ടറി പോലും അടിക്കുന്നില്ല, ഇനി ഒരു മനുഷ്യന് പോലും കരുണയില്ല, ജപ്തിയല്ലാതെ വേറൊരു വഴിയില്ല എന്നൊക്കെ മനസ്സിങ്ങനെ ഹൃദയത്തിൻ്റെ അകത്തിങ്ങനെ നമ്മൾ ആ വാക്യം പറയുന്നത് പോലെ വിചാരങ്ങൾ നിറയുകയാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരമുണ്ട്. പക്ഷെ ആ വിചാരം അവിടെ നിൽക്കുമ്പോൾ തന്നെ യഹോവയുടെ ആലോചന പറയണം, അത് നിവർത്തിയാകും. ഇനി അത് ബ്രദറെ എനിക്ക് ഒരു കൺട്രോളും ഇല്ല ബ്രദറെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഭാരമകത്ത് കയറുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പെട്ട് പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ബലപ്പെടണം. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, വിശ്വാസം പറയുന്ന ആൾക്കാരുമായിട്ട് കൂട്ടുചേരണം. നിങ്ങളെ തന്നെ ബലപ്പെടുത്തുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ ലിങ്ക് ആകണം. നിങ്ങളെ തളർത്തുന്നതോ അവിശ്വാസത്തിൻ്റെയും വിശ്വാസത്തെ കെടുത്തുന്ന പ്രസംഗങ്ങൾ കേൾക്കാൻ പോകരുത്. അത് നിങ്ങളെ എന്തുണ്ടാക്കുമെന്ന് അറിയാവോ? തൃപ്തനായി നിങ്ങളെ വസിക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. പക്ഷെ അത് നിങ്ങളുടെ തൃപ്തിയെ കളയും. അനർത്ഥം അവന് നേരിടത്തില്ല. ശ്രദ്ധിച്ചു നോക്കി, അനർത്ഥം നേരിടത്തില്ല. സങ്കീർത്തനക്കാരൻ എടുത്തു പറയുന്നുണ്ട്, ഒരനർത്ഥവും നിനക്ക് വരത്തില്ല, ദൈവം നടത്തും. എൻ്റെ കൂടെ പറ, ദൈവം എന്നെ നടത്തുമെന്ന് പറ. ദൈവം ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ നടത്തും. ആമേൻ. അപ്പൊ കർത്താവിലുള്ള ഒരു വിശ്വാസി ആദ്യം തിരിച്ചറിയേണ്ടത്, ആദ്യം നിങ്ങൾ മനസ്സിലാകേണ്ടത്, മനുഷ്യന്റെ ഹൃദയത്തിൽ ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്തിക്കും, ബ്രദർ ഭയങ്കര സംഭവം, ബ്രദറിൻ്റെ ഉള്ളിൽ എന്ത് രസമാണ്, നിങ്ങളെക്കാളും വിചാരങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, നിങ്ങളെക്കാളും വിചാരങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ ആ വിചാരങ്ങൾ എന്നെ പലപ്പോഴും തളർത്തുവാൻ നോക്കുമ്പോഴും ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, യഹോവ ഈര, ദൈവം കരുതിക്കോളും. നമ്മൾ വചനങ്ങൾ വിളിച്ചു പറയണം. ദൈവത്തിൻ്റെ ആലോചനയെ നടക്കത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ആലോചനയോട് പ്രതികരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞില്ല, ആ സഹോദരിക്ക് ആ ജോലി ലഭിക്കുമെന്നുള്ള ആലോചന കേട്ടപ്പം ഹൃദയത്തിൻ്റെ അകത്ത് ജോലി കിട്ടത്തില്ല, എനിക്കൊരു ഇൻ്റർവ്യൂ ശരിയാകുന്നില്ല, ഞാൻ രക്ഷപ്പെടത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാരം അകത്ത് കയറിയിട്ട് നിരാശയിലേക്ക് മകളിരിക്കുക. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാവോ? ശക്തിപ്പെടാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും പ്രാർത്ഥനകളിൽ ശക്തിപ്പെടണം. നമ്മുടെ വിചാരങ്ങളെ ജയിക്കാനുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ആമേൻ. കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്കാകെക്കൂടെ, ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, നമുക്കാകെക്കൂടെ ലഭിക്കുന്ന വിശ്വാസത്തിൻ്റെ എന്താ പറയുന്നത്,
കർത്താവിൽ ബലപ്പെടാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ അത് കൂട്ടായ്മയാണ്. നിങ്ങളിപ്പം നിങ്ങളുടെ നാട്ടിലൊരു ചന്തയിൽ ചെന്ന് നോക്കി, അവിടെ ഇരിക്കുന്ന ചന്തയിൽ പച്ചക്കറി വിൽക്കുന്നയാളും മീൻ വിൽക്കുന്നയാളും ഇറച്ചി വിൽക്കുന്നയാളും അരി വിൽക്കുന്നയാളും ഒരിക്കലും നിങ്ങളെ നോക്കിയിട്ട് പറയത്തില്ല നിങ്ങൾക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ലെന്ന്. ഒരത്ഭുതം നടക്കുമെന്ന് അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനും എന്ത് ചെയ്യത്തില്ല. പറയുവോ? നിങ്ങൾ പറയുവോ? ഏതെങ്കിലും മനുഷ്യൻ പറയുവോ? ഇല്ല. അവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങളെ നോക്കിയിട്ട് പറയും, എന്നാ ഒരു ക്ഷീണം, എന്നാ പഴയ പോലെ ഒരു സന്തോഷമില്ലാത്തത്, ആ പ്രശ്നമൊക്കെ എന്തായി? ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടം മുഴുവനും നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മളെ ഒന്നും കൂടെ പ്രശ്നങ്ങളെ രൂക്ഷമാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന, നമ്മളെ തളർത്തുന്ന വാക്കുകളാണ്. നമുക്ക് ആകെ കൂടി നമുക്ക് ബലം കിട്ടുന്ന സ്ഥലം കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് ഇവിടെ യഹോവ ഭക്തി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവിടെ കൂട്ടായ്മ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള കണക്ഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ബലപ്പെടണം, ഇതിൽ നിങ്ങൾ ശക്തിപ്പെടണം, ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. അവിടെ നമുക്ക് വിചാരങ്ങളെ ജയിക്കുവാൻ കഴിയും. വിചാരങ്ങളുടെ മേൽ നമുക്ക് ജയമുണ്ടാകുവാൻ ഇടയായിത്തീരും. ആമേൻ. അവിടെ വചനം പറയുകയാണ്, ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്. അപ്പൊ താൻ പറയേണ്ടത് എന്താണ്? എൻ്റെ വായിൽ വരുന്നതല്ല ഞാൻ വിളിച്ചു പറയേണ്ടത്, ദൈവത്തിൽ നിന്ന് ഞാൻ കേട്ടതാണ് ഞാൻ പറയേണ്ടത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ മലയെന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിലിരിക്കുന്ന വലിയ മല നീങ്ങിപ്പോകുന്നല്ല പറഞ്ഞിരിക്കുന്നത്, മല പോലെയുള്ള പ്രശ്നങ്ങൾ. സെരുബ്ബാബേലിന്റെ മുമ്പിൽ ഇരിക്കുന്ന മഹാപർവ്വതേ നീ സമഭൂമിയായിത്തീരും എന്ന് പറയുമ്പോൾ അവിടെയുള്ള സകല മലകളും ഇടിച്ച് നിരപ്പാക്കി തകർത്ത് മാറും എന്നുള്ള ആശയമല്ല അവിടെ പറയുന്നത്. നമ്മുടെ വിഷയങ്ങൾ നീങ്ങിപ്പോകും, നമ്മുടെ വിഷയങ്ങൾ മാറിപ്പോകും. ഏറ്റവും വലിയ കർത്താവ് പറഞ്ഞു, എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ സത്യമായി പറയുന്നു. നിങ്ങളൊന്ന് ഈ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നിങ്ങളെല്ലാ ദിവസവും നിങ്ങളുടെ വചനം ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് നോക്കി. ആ വചനം എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങളുടെ മേൽ നിവൃത്തിയാകും. ബ്രദറെ, ചിലർ പറയും, ബ്രദറെ ഞാൻ വചനം പറയുന്നുണ്ടെങ്കിൽ പോലും ബ്രദറെ എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം ബ്രദറെ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ചില സമയത്തോ ഫുൾ ടൈമോ പാർട്ട് ടൈമോ ഏത് സമയത്ത് എപ്പോഴും വരുന്നുണ്ട്. ഇനി ശ്രദ്ധിച്ചോണം, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നുള്ളവർ ശ്രദ്ധിച്ചോണം. ഇനി മ്യൂട്ട് ചെയ്തു. അങ്ങനെ വരുന്നവരോട് ഞാൻ പറയുന്നു, അങ്ങനെ വരുമ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയാവോ? അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾ പകരം എന്ത് ചെയ്യണമെന്നറിയാവോ? നിങ്ങൾ നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കണം. എന്താ ബ്രദറെ ഞാൻ പ്രോത്സാഹിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ? അതല്ല സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഭാരപ്പെടുന്ന സംശയിക്കുന്നതല്ല സംഭവിക്കാൻ പോകുന്നത്. പിന്നെ എന്താണ് ബ്രദറെ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, സദൃശവാക്യത്തിൽ നാം വായിച്ച വാക്യത്തിൽ പോലെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരമുണ്ട്, പക്ഷേ യഹോവയുടെ ആലോചനയെ നിവൃത്തിയാകും. അപ്പോൾ ഏതാ നിങ്ങൾ പറയേണ്ടത്? ഇനി ഞാനൊരു ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കാം. മനസ്സിൻ്റെ അകത്ത് വചനം പറഞ്ഞുകൊണ്ടിരുന്നു, വലിയ ഭാരം ഉണ്ടായിരുന്നു, പക്ഷെ കുറേ ഭാരപ്പെട്ടു, ഒടുവിൽ വചനം അത് നിവർത്തിയായെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പക്ഷെ വചനം അവസാനം എന്ത് ചെയ്തു? കണ്ടോ? ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചോണം. ഞാൻ അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, നിങ്ങൾ അത്രയും നാള് ഭാരപ്പെട്ടതാണോ സംഭവിച്ചത്, അതോ പറഞ്ഞ വചനമാണോ സംഭവിച്ചത്? നിങ്ങൾ പറ. ഇതാണ് മതി മ്യൂട്ട് ചെയ്തു. ഇനി ശ്രദ്ധിച്ചോണം, ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരമുണ്ട്. നിങ്ങൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളെ ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന തോൽവി ചിന്തകൾ, അതൊരിക്കലും ശരിയാകത്തില്ലെന്നുള്ള പരാജയ ചിന്തകൾ. പക്ഷേ നിങ്ങളിപ്പോൾ പറഞ്ഞു അതുണ്ടായിരുന്നു, പക്ഷെ വചനം പറഞ്ഞതുപോലെ നടന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വിചാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വന്നതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾ ഒരിക്കലും വചനം പറയരുത്. എന്തുകൊണ്ടെന്നാൽ വചനം പറഞ്ഞാൽ യഹോവയുടെ ആലോചനയെ നടക്കത്തുള്ളൂ. ഒരു വ്യക്തി വചനം പറഞ്ഞാൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല. ഒരു വ്യക്തി വചനം പറയാൻ തുടങ്ങിയാൽ നിങ്ങളെ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത് അത് നടക്കത്തില്ല. പകരം നിങ്ങളെ തോൽപ്പിക്കുന്ന വിഷയം നടക്കത്തില്ല, നിങ്ങൾ ഈ പറയുന്നത് നടക്കാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നാൽ
അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ വിഷയത്തേക്കാൾ അതിന് ശക്തിയുള്ളതുകൊണ്ട്, നിങ്ങളുടെ ഭാരങ്ങളേക്കാൾ അതിന് ശക്തിയുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ആരാധന യേശുവേ, ആരാധന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഇന്ന് വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ നിറയ്ക്കും. എല്ലാവരും പ്രാർത്ഥിച്ച്. ഞാൻ എൻ്റെ ഉള്ളിൽ കർത്താവ് അജി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളിൽ നിർബന്ധം വരിക. അജി എന്ന പേര്, അജി എന്നുള്ളൊരു പേര് ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഹസ്ബൻഡിൻ്റെ പേരാ. യേശുവിൻ്റെ നാമത്തിൽ അജിക്ക് വേണ്ടി ഇന്ന് കർത്താവ് ഇന്ന് വലിയൊരു കാര്യം ചെയ്യാൻ പോവുക. ആ കുടുംബത്തിൻ്റെ മേൽ, അജിയുള്ള കുടുംബത്തിൻ്റെ മേൽ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ ഉണ്ടായി വരിക. ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ ഉണ്ടായി വരിക. ഞങ്ങളുടെ കർത്താവ് എന്നെ കാണിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഒരു കയറി വരുന്ന മുറിയിൽ തന്നെ, കയറി വരുമ്പോൾ തന്നെ മുറിയിൽ തന്നെ ഒരു കലണ്ടർ ഇട്ടേക്കുന്ന ഒരു മുറിയുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രവൃത്തി ദൈവം ചെയ്യാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ വലിയൊരു, ഞാൻ കാണുന്ന സിസ്റ്റർ, ഒരു കലണ്ടർ ഇട്ടേക്കുന്ന ഒരു മുറിയാണ്. ആ മുറിയിലോട്ട് യേശുവിൻ്റെ നാമത്തിൽ ആ മുറി അവിടെയായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ കാണിക്കുന്നു. ദൈവപ്രവൃത്തി അവിടെ നിന്ന് വെളിപ്പെടാൻ പോവുക. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, 2 സുഹൃത്തുക്കൾ നിങ്ങളുടെ കുടുംബത്തിലോട്ട് കയറി വരും. ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് 2 സുഹൃത്തുക്കൾ കയറി വന്ന്, ആ 2 ഒരു അടയാളമാണ്, 2 സുഹൃത്തുക്കൾ ഒരേപോലെ കയറി വന്ന് വലിയൊരു ദൈവപ്രവൃത്തി അന്നത്തെ ദിവസം ഉണ്ടാകും. അത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നതായിരിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം പ്രവർത്തിച്ചാൽ ഇത് ദൈവം തന്നെ ആണോ, കർത്താവ് അത്ഭുതം ചെയ്തതാണോ, ഒരു സംശയം ഉണ്ടാകത്തില്ല. ആ പ്രവൃത്തി നടന്നാൽ ദൈവം തന്നെയാണ് ചെയ്തതെന്ന് നമുക്ക് ഉറപ്പിക്കുന്ന രീതിയിലായിരിക്കും ദൈവപ്രവൃത്തികൾ. കർത്താവ് പറഞ്ഞ 2 സുഹൃത്തുക്കൾ ഒരേ ദിവസം കയറി വന്ന് ചില മണിക്കൂറുകൾ വീടിൻ്റെ അകത്ത് സമയം ചെലവഴിക്കും. അന്നത്തെ ദിവസം ഒരു അടയാളം, അവർ വന്നതുകൊണ്ടല്ല, ഒരു അടയാളമാണ് ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. സ്ട്രേറ്റ് എടുത്തു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, എന്നീ കേട്ട വചനം പോലെ ഞാൻ പറയും, നിങ്ങൾ വചനം ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ഈ ഭാരപ്പെടുന്ന, നിങ്ങളെ ഹൃദയത്തിൻ്റെ അകത്ത് വിചാരമിട്ടിരിക്കുന്ന ഒരു പരിപാടിയും നടക്കത്തില്ല. എന്നോട് കർത്താവ് പറയുന്ന ഒരു സൈമന്റെ ഭവനത്തെ ദൈവം തൊടുക. സൈമന്റെ ഭവനത്തെ കർത്താവ് തൊടുന്നു. സൈമന്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം എന്നെ കാണിക്കുന്നു. സൈമന്റെ ഭവനത്തിൽ ഒരു മകള് നിൽക്കുന്നു. ആ മകളുടെ ഭാവിയെ ഓർത്തൊരു ഭാരം യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ എന്നെ ഒരു മകളെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഞാനൊരു കാണുന്നത് ഒരു സഹോദരി ഇരുന്ന് ഒരു ഭാരപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഞാൻ കാണുന്നത്. ഒരു സഹോദരി, മകളെന്ന് ഉദ്ദേശിക്കുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരിയെ കർത്താവ് തൊടുകയാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, കണ്ണുനീരിൻ്റെ മറുപടിയെ ദൈവം ചെയ്യാൻ പോവുക കേട്ടോ. ആരാണ് സൈമണുമായിട്ട് ബന്ധപ്പെട്ടത് കുടുംബത്തിലുള്ളത്? സൈമണുമായിട്ട് ബന്ധപ്പെട്ട ആരാ? യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തി ചെയ്യാൻ പോവുക. ഇന്ന് കണ്ണുനീരോടെ ഇരിക്കുകയാണ്. ആരാ? യേശുവിൻ്റെ നാമം. സൂമിലുണ്ടെങ്കിൽ ഏറ്റെടുത്തു. കണ്ണുനീരോടെ ഇരിക്കുകയാണ്. പക്ഷെ കർത്താവ് ഇന്ന് കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുകയാണ്. ആരത്? സൈമൺ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. കണ്ണുനീരോടെ ഇരിക്കുന്ന സഹോദരി കർത്താവ് കാണുന്നുണ്ട്. എന്നോട് ദൈവം പറയുന്നത് കണ്ണുനീരിന് മറുപടിയായി. യേശു ഏറ്റെടുത്തു. കണ്ണുനീരിന് മറുപടിയായി ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. കണ്ണുനീരിന്റെ മറുപടിയെ കർത്താവ് ചെയ്യാൻ പോവാ. ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിലൂടെ കർത്താവ് അത് കണ്ണുനീരിൻ്റെ മറുപടിയായി കർത്താവ് അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ് വാതിൽ തുറക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ദൈവാത്മാവ് പറയുന്ന ഒരു വാക്കിന് പറയുകയാണ്, 42 എന്നുള്ളൊരു പ്രായമാണ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്നത്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവാത്മാവ് അവിടെ ചെയ്യുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് വിസ്താരമാക്കട്ടെ, അതിരുകൾ വിസ്താരമാകട്ടെ. ഈ ദിവസങ്ങളിൽ ഈ വചനം കണ്ടുകൊണ്ടെങ്കിൽ പറയും, നിങ്ങളുടെ ഭാവിയുടെ വാതിലുകൾ തുറക്കാൻ പോവുക. സ്വന്തം കൈയെടുത്ത് തലയോട്ട് വെച്ചിട്ട് പറ, എൻ്റെ മനസ്സിലുള്ള ഒരു ഭാരവും നടക്കത്തില്ല. ഞാൻ പറയുന്ന വാചനം ഞാൻ അത്ഭുതമായി കാണാൻ പോകുമെന്ന് പറ. എൻ്റെ മനസ്സിൽ ഒരു ഭാരവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനമേ എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അതേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. അതേ ഞാൻ കാണത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കണം. ഞാനൊരു കാഴ്ച കാണുന്ന, ഒരു ചെക്ക് എടുത്ത് ബാഗിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ചെക്ക് എടുത്ത് ബാഗിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയാതെ വല്ലാത്തൊരു ഭാരപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയെ നിൽക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിഷയത്തിൻ്റെ മേൽ എൻ്റെ കർത്താവ് കുരുക്കുകൾ അഴിയട്ടെ, സാമ്പത്തിക കുരുക്കുകൾ അഴിയട്ടെ.
യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കുരുക്കുകൾ അഴിയട്ടെ, എല്ലാ കുരുക്കുകളും അഴിഞ്ഞു മാറട്ടെ. പ്രാർത്ഥിച്ചെന്ന് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഞങ്ങളുടെ അത്ഭുതകരമായ പ്രവൃത്തി നടക്കുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ചെന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഓരോ വ്യക്തികളുടെയും കുടുംബത്തിലുണ്ടാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്നപ്പോൾ, അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്നപ്പോൾ, അങ്ങ് ഭവനങ്ങളെ ഇന്ന് സ്പർശിക്കുന്നല്ലോ, ഭവനങ്ങളെ ഇന്ന് സ്പർശിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഓ ഹല്ലേലൂയ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളിന്ന് അനുഗ്രഹിക്കുന്നു കർത്താവ്. ഇന്ന് ഓരോ ഭവനത്തെയും തൊടുന്നതിന് നന്ദി പറയുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വചനം പറയുമ്പോൾ വിചാരങ്ങൾ വന്നോട്ടെ, പക്ഷെ വിചാരം വരുമ്പോൾ, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയണം, വിചാരം വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, വിചാരമേ എന്നെ കൊണ്ട് നീ വിചാരിപ്പിക്കുന്ന എന്തിനാണെന്നറിയാവോ? വചനം പറയിപ്പിക്കാതിരിക്കാനാ. വചനം പറഞ്ഞു പോയാൽ എന്നാ സംഭവിക്കും? ഒന്ന് പറ. വചനം പറഞ്ഞു പോയാൽ എന്നാ സംഭവിക്കും? ഭാരം കുറയും. യഹോവയുടെ ആലോചന നിവർത്തിയാകും. അതാണ് എനിക്ക് കേൾക്കേണ്ടത്. യഹോവയുടെ ആലോചന നിവർത്തിയാകും. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഞാനത് തുടക്കത്തിൽ പറഞ്ഞു, യഹോവ എന്റെ ഇടയനാവുമെന്ന് എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൊത്തം പ്രശ്നമാണെന്ന് വിചാരിച്ചു. നമ്മൾ വലിയ വിഷയത്തിലൂടെ കടന്നു പോവാന്ന് വിചാരിച്ചു. യഹോവ എന്റെ ഇടയനാകുന്നു. അപ്പോഴേക്കും മനസ്സ് വെറുതെ ഇതും പറഞ്ഞുകൊണ്ടിരുന്നാലുണ്ടല്ലോ, വിഷയമൊന്നും മാറത്തില്ല. എന്നാ ചെയ്യും? വല്ല വഴിയും കണ്ടിട്ടുണ്ടോ? വല്ല കാര്യം ശരിയാക്കിയിട്ടുണ്ടോ? മനസ്സിലോട്ട് ഇങ്ങനെ പിന്നെയും വരിക. അപ്പം നിങ്ങൾ എന്നറിയോ? ബൈബിള് അടച്ചു വെക്കും. ഓ ബ്രദറെ, ഞാൻ എന്ത് ചെയ്യുന്നു? പറയുന്നുണ്ട് ബ്രദറെ, പക്ഷേ ഭയങ്കര ഭാരമാണ്. ഞാൻ പറയുന്നു, ഇത് പിന്നെയും പറയണം. എന്തിനാ പിന്നെയും പറയുന്നറിയാവോ? യഹോവയുടെ ആലോചനയെ നടക്കത്തുള്ളൂ. യേശു കർത്താവിൻ്റെ നാമത്തിൽ പറയുന്ന വചനങ്ങളെ നടക്കത്തുള്ളൂ. ഹൃദയവിചാരങ്ങളല്ല നടക്കാൻ പോകുന്നത്, കർത്താവിൻ്റെ ആലോചന. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയവിചാരം അവിടെ നിന്നോട്ടെ. ബ്രദർ, എൻ്റെ മകനെക്കുറിച്ചുള്ള ഭാരം, എൻ്റെ കുടുംബത്തെ പറ്റിയുള്ള ഭാരം, എൻ്റെ കടഭാരം, എൻ്റെ ജോലി വിഷയം, ഇതെല്ലാം ഭാരങ്ങൾ എൻ്റെ മനസ്സിൽ നിന്നിട്ട് ബ്രദർ എനിക്ക് പൊട്ടിക്കരയാൻ തോന്നുന്നു. കരഞ്ഞു, പക്ഷെ വചനം പറഞ്ഞു. ആ കൂട്ടത്തിൽ കരയുമ്പോഴും പറയണം, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്. കരച്ചിൽ വന്നാലും പറയണം. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, എന്നെ കൊണ്ട് കരയിപ്പിക്കുന്ന വിഷയമേ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഞാൻ പറയുന്ന വചനമേ നടക്കത്തുള്ളൂ. കാര്യം ഞാനിത് പറയുന്നല്ല കേട്ടോ, തെളിവാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൈബിളിൽ നിന്ന് തന്നെ തെളിവ് പറയുകയാണ്, യഹോവയുടെ ആലോചന നിവർത്തിയാവും. ഇനി 23-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. അതുകൊണ്ട് അതുള്ളവൻ തൃപ്തനാകും. യഹോവ ഭക്തി ഹേതുവായി അവന് തൃപ്തനാകും, അവൻ അനർത്ഥം നേരിടത്തില്ല. ഇപ്പൊ മനസ്സിലായോ? നമ്മുടെ മനസ്സഭ ഫ്രീ ആകും. നമ്മൾ തൃപ്തനായി വസിക്കും. പ്രശ്നത്തിൻ്റെ അകത്ത് വസിക്കത്തില്ല. ബ്രദർ, എനിക്ക് ഒത്തിരി പ്രശ്നമുണ്ട്, എങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതല്ല കേട്ടോ. ഇവിടെ വചനം പറഞ്ഞ അവൻ തൃപ്തനായി വസിക്കും. പ്രശ്നങ്ങളോട് കൂടെയല്ല, പ്രശ്നങ്ങളില്ലാത്തവനായി സമാധാനത്തോടെ വസിക്കും. അനർത്ഥം അവന് നേരിടത്തില്ല. ഞാനീ പറയുന്നതല്ല, ബൈബിൾ പറയുന്നതാ, വചനം പറയുന്നതാ, ദൈവം നമ്മോട് വചനത്തിലൂടെ സംസാരിക്കുന്നതാ. അതേ നടക്കത്തുള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ ഒന്ന് കൈവച്ചേ. ആ രോഗം മാറിയിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എന്നാ ഭയങ്കര രോഗമാണെങ്കിലും യേശു ക്രിസ്തു വില കൊടുത്തതാ. ക്രൂശി ക്രിസ്തു വില കൊടുത്തതാ. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. എനിക്ക് രോഗമാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു പ്രയോജനമില്ല. രോഗം പറയും, ഇനിയും പറഞ്ഞു, നിനക്ക് രോഗം തന്നെയാ. രോഗം പറയും, കറക്റ്റാ, നീ രോഗിയാ. പക്ഷെ നിങ്ങൾ പറയണ, രോഗമേ, യേശു നിന്നെ വഹിച്ചതാ. യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്. ആ ആലോചന നിവൃത്തിയാകും. ആ ആലോചന നടക്കും. ആ സൗഖ്യം നടക്കും. കടഭാരത്തിലിരിക്കുന്നവർ പറയണം, ഞാൻ വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എൻ്റെ പുറകെ വരും. നന്മ കൊണ്ട് ഞാൻ നിറയും എന്ന് പറഞ്ഞ് യഹോവയുടെ ആലോചനയെ നടക്കത്തുള്ളൂ. പേടിക്കണ്ട,
ഭാരപ്പെടേണ്ട. ഭാരപ്പെടുമ്പം കർത്താവിൽ ബലപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂട്ടായ്മയുടെ പ്രാധാന്യം. പലരും ചിന്തിക്കും, പലരും ഒരു പ്രയർ റിക്വസ്റ്റ് അയച്ചിട്ട് ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, ഞാൻ എൻ്റെ വഴിക്ക് പോവുക. അങ്ങനെ പോകുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ജന്മത്തിൽ അവരുടെ വിഷയത്തിൽ നിന്ന് മോചനം ഉണ്ടാകത്തില്ല. അവർ ഭാരപ്പെട്ട് ഞാൻ അവരെ ശപിക്കുമെന്നല്ല കേട്ടോ. പ്രശ്നങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ കൂട്ടായ്മയിൽ ബലപ്പെട്, വചനത്തിലും പ്രാർത്ഥനയിലും ബലപ്പെട്. എന്നാ സംഭവിക്കുന്നറിയാവോ? നിങ്ങൾ ഓടി അലയത്തില്ല, നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് സന്തോഷിക്കും. പ്രശ്നം മാറിയോ? ഇല്ല, അത് മാറുമെന്നുള്ള ഉറപ്പകത്ത് വന്നു. ഉറപ്പകത്ത് വന്നാൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയി. എത്ര പേരങ്ങനെ അനുഭവിച്ചു? ടെൻഷൻ ഫ്രീ ആയി എത്ര പേരുണ്ട് വചനം കേട്ടിട്ട്? ആമേൻ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയതിൻ്റെ കാരണം കർത്താവിൻ്റെ വചനം ഉള്ളിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരുന്നതുകൊണ്ട് കുത്തിയിരുന്ന് സകല പ്രയർ ഗ്രൂപ്പിലോട്ടും പ്രാർത്ഥന വിഷയം അയക്കരുത്. നിങ്ങൾ വൺസ് ഒന്ന് അയച്ചാൽ പിന്നെ അയക്കരുത്. നിങ്ങൾ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിങ്ങളുടെ വിഷയങ്ങളെ പെരുപ്പിച്ചുകൊണ്ടിരിക്കുക. കുത്തിയിരിക്കുക. വീട്ടിൽ കുത്തിയിരുന്നുകൊണ്ട്, കുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷ കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ സെറ്റിലായിട്ടൊന്ന് ഇരുന്നിട്ട് വചനം വിളിച്ച് പറ. ഇനി ഇരിക്കുമ്പോൾ സ്വസ്ഥതയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നടന്നുകൊണ്ട് പറ. ഇനി നടക്കുമ്പോൾ സ്വസ്ഥതയില്ലെങ്കിൽ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി പറ. പറഞ്ഞുകൊണ്ടിരിക്കണം. യഹോവയുടെ ആലോചന നിവൃത്തിയായിരിക്കും. അതായത് വചനത്തിൽ പറഞ്ഞത് നടക്കിയത് എൻ്റെ ഉറപ്പല്ല കേട്ടോ, എൻ്റെ ഉറപ്പല്ല. ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്ക് തരികയാണ്. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവസാനത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി നിങ്ങളോട് ഞാൻ പറയുന്നു, അത് സംഭവിക്കും. ആമേൻ. നിങ്ങൾ ആ വാക്യം കൊണ്ട് നോക്കി, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് താഴോട്ട് വരുമ്പോൾ 24 പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കും, ലഭിച്ചു എന്ന് വിശ്വസിപ്പെന്നാണ് ഉണ്ടാവും. ഞാൻ പറയുന്നത് സത്യമായി എന്നോട് പറഞ്ഞു. അപ്പം യേശു ക്രിസ്തു നമുക്ക് സത്യം ചെയ്യുക. എൻ്റെ ദൈവം, ഇത്രയും വലിയ സത്യം വേറെ ലോകത്തിലുണ്ടോ? നമ്മളൊക്കെ എത്രയോ സത്യം ഇട്ടിട്ട് പാലിക്കാൻ പറ്റാത്ത ആൾക്കാരല്ലേ? എത്രയോ സത്യം ഇട്ടിട്ട് നമുക്ക് പാലിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഇത് കർത്താവിൻ്റെ സത്യം. യേശു പറയാം, ഞാൻ സത്യമായിട്ടും പറയാം, ട്രൂലി ഐ സേ എന്ന് പറഞ്ഞത് യേശു പറയുകയാണ്, ഞാൻ അങ്ങോട്ട് സത്യമായും പറയുന്നു. എൻ്റെ അർത്ഥം നടക്കുമെന്നാ. ഒന്ന് പറഞ്ഞു നോക്കി, നടന്നിരിക്കും. നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. കർത്താവിൻ്റെ കൃപയാൽ നമ്മളത് കാണും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കൈ ഒന്ന് അവിടെ വെച്ച്, സ്വന്തം കൈ അവിടെ വെച്ച്, ആരും വന്ന് കൈവെക്കാൻ നോക്കി നിൽക്കരുത്. നിങ്ങളുടെ സ്വന്തം കരമെടുത്ത് അവിടെ വെച്ചിട്ട് പറയണം, യേശുവിൻ്റെ തിരുമുറിവ് എൻ്റെ സൗഖ്യമാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞ് പഠിക്കരുത്. ഞങ്ങളുടെ എന്ന് പറഞ്ഞ് പഠിക്കും. എൻ്റെ അത് വേറൊരു ചിന്ത വരും, അവരെ ഇവരെ എന്നൊക്കെ വരും. അവരെ സൗഖ്യമാക്കി, ഇനി എന്നെ സൗഖ്യമാക്കുമോ, എനിക്ക് എന്നാ യോഗ്യതയുള്ളത്, ഇങ്ങനെ കുറേ സംഭവം വരും. എന്നെ എന്ന് പറയണം. എനിക്ക് വേണ്ടിയാണ് യേശു അടികൊണ്ടത്. എൻ്റെ രോഗം മാറാനുള്ളതിന് വേണ്ടിയാണ് യേശു മുറിവേറ്റത്. യേശുവിൻ്റെ മുറിവാണ് എൻ്റെ സൗഖ്യം. യേശു മുറിവേറ്റത് സത്യവചനമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ സൗഖ്യമാകുന്നത് സത്യവചനത്തിൻ്റെ ശക്തിയാണ്. എൻ്റെ കഴിവ് അവിടെയില്ല, എൻ്റെ മിടുക്ക് അവിടെയില്ല, എൻ്റെ പ്രാർത്ഥനയുടെ കൂടുതലും കുറവ് അവിടെയില്ല, എൻ്റെ വിശ്വാസത്തിൻ്റെ അതിൻ്റെ ഒരു മെഷർമെൻ്റ് അവിടെയില്ല. പകരം ഒരു കാര്യം, സത്യം, യേശുവിൻ്റെ മുറിവ്. ഇത് സത്യമാണ്. ഇതുകൊണ്ട് അത് സംഭവിക്കും. അതുകൊണ്ട് അങ്ങനെ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടും മിറക്കിൾസ് നടക്കും. ഇൻസ്റ്റൻറ്റ് ഹീലിംഗ്, ക്രിയേറ്റീവ് മിറക്കിൾ. ഞാൻ പറഞ്ഞില്ലേ, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും. ആ കണ്ണാടിയൊക്കെ വെക്കുന്നവരുന്ന് കണ്ണ് വെച്ച് പ്രാർത്ഥിച്ച് കണ്ണാടി ഇല്ലാതെ ഞാൻ കാണുമെന്ന് പറയണം. പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ ബ്രദർ, അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാ മുടക്കിയിരിക്കുന്നു? ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ പ്രത്യേകത തന്നെ മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നയാളാ ദൈവം. നിലത്തെ പൊടിയിൽ നിന്നും മനുഷ്യന് കിഡ്നിയും തലച്ചോറും ഞരമ്പുകളും രക്തത്തെയും നിർമ്മിച്ച ആളാ ഈ ദൈവം. നിലത്തെ പൊടി കൊണ്ട്, അല്ലാതെ കർത്താവ് വലിയൊരു ലാബിൽ പോയിട്ട് നിർമ്മിച്ചതല്ല, നിലത്തെ പൊടിയിൽ നിന്നാണ്. എന്നാലോചിച്ച് നോക്കിയാൽ, നമ്മൾ ചവിട്ടി നടക്കുന്ന ഈ പൊടിയിൽ നിന്നും മനുഷ്യനെ നിർമ്മിച്ചവൻ്റെ മൂക്കിൽ ജീവശ്വാസം മൂതി നമ്മുടെ അകത്ത് നടക്കുന്ന സകല പ്രവർത്തി, ഇതിൻ്റെയൊക്കെ കുറവുകൊണ്ടാണല്ലോ പലപ്പോഴും രോഗം വരുന്നത്. കിഡ്നി പ്രശ്നം വരുമ്പോഴാണല്ലോ കിഡ്നിക്ക് രോഗം വരുന്നത്. പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവം കേടാകുമ്പോഴാണല്ലോ നമ്മൾ രോഗിയാകുന്നത്. ഇതെല്ലാം നിർമ്മിച്ച് നിലത്തെ പൊടിയിൽ നിന്നാണ്.
ഈ നിർമ്മിച്ച കർത്താവിന് ഈ ഒരു നിമിഷവും നിർമ്മിക്കാൻ പറ്റും. ഇന്നലെ കേട്ടതുപോലെ ജീവനും മരണവും എൻ്റെ നാവിൻ്റെ അധികാരത്തിലുണ്ട്. അതുകൊണ്ട് ഒന്ന് കൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിൽ കൽപ്പിക്കുക. ഇനി ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ഏത് മാരക രോഗമായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, നിങ്ങളൊന്ന് കൽപ്പിക്കുക. കൈ ഒന്ന് വെച്ചേ, കൈ അവിടെ വെക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ നിമിഷം അത്ഭുതം ഉണ്ടാകുക. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ സൗഖ്യമാക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ മുറിവാണ് ഞങ്ങളുടെ സൗഖ്യം. ഞങ്ങൾ സൗഖ്യമായിരിക്കും. മനസ്സ് പറയുന്നതല്ല സത്യം, വചനം പറയുന്നത് നടക്കത്തുള്ളൂ. ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. ഈ നിമിഷം കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ വലിയ കൃപ നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകുന്നില്ല. അപ്പം ഞാനൊരു ഭവനം എങ്ങനെ കാണുക? ഒരു റെഡ് കാർ ആ ഭവനത്തിൽ കിടപ്പുണ്ട്. ആ നമ്പർ പ്ലേറ്റിൻ്റെ അകത്തൊരു വൈ ഉള്ള ഒരു കാറാണ്, റെഡ് കളറിലെ കാറാണ് ഞാൻ കാണുന്നത്. ആ ഭവനത്തിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയ നടയുണ്ട്. ആ നട കയറി വലത്തോട്ട് തിരിഞ്ഞിട്ട് ഡോറ് തുറന്ന് വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഒരു ഹോൾ അവിടെയുണ്ട്. അങ്ങനെ ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ആ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നേരെ കാണുന്ന ഒരു ജീവിയാണ്. അതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കസേര ഇട്ടുണ്ട്. കസേര ഇരുന്നാൽ തന്നെ കാണുന്ന ഒരു റൂമിലോട്ടാണ്. ആ റൂമിലിരിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നു, മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് കർത്താവിനോട് പറയാൻ പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അത്ഭുത കുടുംബത്തിന് മേൽ ഉണ്ടാകുന്നല്ലോ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു. ജീവൻ വ്യാപരിക്കുന്നല്ലോ, ജീവൻ വ്യാപരിക്കുന്നല്ലോ. ആലോചനയിലും വാക്തത്വങ്ങളിലും വിശ്വസ്തനാണ്. ഒരനർത്ഥവും ഞങ്ങൾക്ക് വരത്തില്ല, ഒരു ബാധ ഞങ്ങളുടെ കുഴർത്തെടുക്കത്തില്ല. കർത്താവിൻ്റെ വചനം പറഞ്ഞ പോലെ ഞങ്ങൾ ജീവനോടെ ഇരുന്ന് യഹോവയുടെ നന്മ കാണും, നന്മ കാണും എന്ന് കേട്ട വചനം പോലെ ആലോചനകൾ നിവർത്തി ഞങ്ങൾ കാണും. അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും. തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. യേശു കൂടെ ഉള്ളത് കൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ സാക്ഷികളായി തീരും. കുടുംബമായിട്ട് യേശുവിനെ ആരാധിക്കും, കുടുംബമായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. അതിൽ കുറഞ്ഞൊരു പരിപാടി പിടിച്ചേക്കല്ലേ. നമുക്ക് താഴേക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, നമുക്ക് മുകളിലോട്ട് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാട്ടെ. നമുക്ക് ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക് സാക്ഷ്യം പറയാനുള്ള സമയമാണ്. ശ്രദ്ധിച്ചോണം. ചുരുക്കം വാക്കുകളിൽ നിങ്ങൾ പറയാനുള്ളവർ പറയണം. പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ സമയത്ത് പറയരുത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് സാക്ഷ്യങ്ങളോ ദൈവിക ആലോചനകളോ സൗഖ്യങ്ങളോ ഒക്കെ പറയാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയാൻ വേണ്ടി പോകണം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഉണ്ടായിരുന്ന ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഞാൻ വചനം പറഞ്ഞുകൊണ്ട് തന്നെ പോയി. എനിക്ക് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന, ഒരു സാമ്പത്തിക പ്രതിസന്ധി. അപ്പം ഞാൻ അന്ന് അറിഞ്ഞ് അവർ നമ്മുടെ വീട്ടിലോട്ട് വരാൻ ഒരുങ്ങുന്നെന്ന്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ചേച്ചിയുടെ വീട്ടിലോട്ടില്ല, അമ്മ വരാൻ പോകുന്നു, എന്നെ വിളിച്ചിട്ടുണ്ടെന്ന്. ഞാൻ എളുപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി അവരുടെ വീട്ടിലോട്ട് പോയി. പോകുന്ന വഴിക്കെല്ലാം ഞാൻ വചനം പറഞ്ഞു പോയി, വചനം മാത്രം സംസാരിച്ചു പോയി. എന്തൊരത്ഭുതമായിരുന്നു എൻ്റെ കർത്താവ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റിന് അവർ ഒരുങ്ങി. പക്ഷെ അന്നേരവും ഞാനിരുന്ന് വചനം പറയാൻ, എൻ്റെ ഉള്ളിലങ്ങ് വചനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ആ അമ്മ സമാധാനമായിട്ടൊക്കെ കേട്ട്, ഞാൻ ഒറ്റ അവധിയും കൂടെ പറഞ്ഞ ആ അവധിയെല്ലാം കേട്ട് ഞാൻ അവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരുന്നു. അതെനിക്കൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. കുറേ ദിവസം കൊണ്ടേ ഞാനിങ്ങനെ വചനമാണ് പറയുന്നത്, വചനമേ ഉള്ളൂ ഇപ്പൊ പറയുന്നത്. വചനം ഭക്ഷിച്ചങ്ങ് നടക്കും. ബ്രദർ പറയുന്ന പോലൊക്കെ ഇരുന്ന് പറയും, പിന്നെ നടന്നു പറയും, അങ്ങനെ ഓടി നടന്നങ്ങ് പറയാം. വചനം അങ്ങ് നിറയ്ക്കും. ഇപ്പൊ ഒരു ഭാരവും ഇല്ല തലയിലൊന്നും. അങ്ങ് വചനം പറയാം, വചനം പിന്നെയും പിന്നെയും അങ്ങ് പറയണോന്ന് അങ്ങ് നമുക്ക് അങ്ങ് ഒരു ദൂരെ ഉണ്ടാവുക. എളുപ്പം അങ്ങ് ജോലിയെല്ലാം ഒന്ന് ഒതുക്കി അങ്ങ് ഇരുന്ന് അങ്ങ് വചനം പറയും, നടന്ന് വചനം പറയും. എപ്പോഴും വചനത്തിൽ അങ്ങ് മുഴുകി 2 മാസം കൊണ്ട് കിട്ടുന്ന വചനം അങ്ങ് ഒരുപാട് അനുഗ്രഹമാണ്. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ ഗീതാശ്രീ പറഞ്ഞ പോലെ തന്നെ കർത്താവിൻ്റെ വചനം പറഞ്ഞു വലിയ കടഭാരത്തിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് കൊടുത്ത ആശ്വാസവും സമാധാനവും ഉണ്ട്. പ്രിയമകളെ, അത് നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ഇനിയും കർത്താവിൻ്റെ വചനത്തിൽ ഇനി കേൾക്കാൻ പോകുന്നത് കർത്താവ് എനിക്ക് വേണ്ടി വലിയൊരു വിശാലത ഒരുക്കി എന്നുള്ള അത്ഭുതത്തെ ഞങ്ങൾ കേൾക്കും. കാര്യം പറയുന്ന വചനം കാണാൻ പറ്റുന്നത്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ആളെന്നോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് സാമ്പത്തികം എനിക്ക് സഹായിക്കാം, വസ്തു വിൽക്കുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി. ഞാൻ അത്ഭുതമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഉടനെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഒരു സിസ്റ്റർ പറഞ്ഞായിരുന്നു ഒരു റിക്രൂട്ട്മെന്റിന്റെ കാര്യം. അത് കർത്താവദാസനൊന്ന് ചോദിക്കണം. ഓക്കെ സിസ്റ്റർ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു സഹോദരി പറഞ്ഞായിരുന്നു. ആ സഹോദരി എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് ഈ ദിവസങ്ങളിൽ മെസ്സേജ് ഒന്ന് അയക്കണം. ഈ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ
അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ബന്ധപ്പെടണം. കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞായിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ എനിക്കൊരു മെസ്സേജ് അയക്കുക. സിസ്റ്റർ ആയിരുന്നു അല്ലേ? എന്നോടൊന്ന് മെസ്സേജ് അയക്കണം, ഞാൻ ഗീതാ സൗകര്യമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ പറഞ്ഞില്ലേ വരുന്ന സ്ഥലത്ത് ചോദിച്ചോട്ടെ ഓക്കെ, കിടക്കുന്ന വീട്. ഒരു സെക്കൻഡ്. ബ്രദറിന്റെ നെറ്റ് ശരിയായോന്നൊന്ന് പറയണേ, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഞാനത് പറയാൻ വിട്ടുപോയി സിസ്റ്ററെ. വലിയ അത്ഭുതമായിരുന്നു അത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു. ഞാൻ ഇച്ചിരി തിരക്കിൽ ഓടി വന്ന് നമ്മുടെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത് വലിയ അത്ഭുതമായിരുന്നു. കാര്യം ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു, നെറ്റിൻ്റെ ഞാനത് റിപ്പയർ ചെയ്യാൻ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഓടിക്കൊണ്ട് അതിൻ്റെ കടയിൽ കൊണ്ട് നന്നാക്കാൻ പറ്റത്തില്ല. ഇവിടെ എന്തുണ്ടെങ്കിലും അപ്പോയിൻമെൻറ്റ് എടുക്കണം. ഞങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അടുത്ത തിങ്കളാഴ്ചയുള്ള അപ്പോയിൻമെൻ്റ് ഉള്ളൂ, എഞ്ചിനീയർ വരത്തുള്ളൂ, അങ്ങനെ അവർ നോക്കിയിട്ടുള്ളൂ, അത് മോഡം നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന മുന്നോട്ട് പോകണം. ഇന്നലെ വൈകിട്ട് തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ നെറ്റ്വർക്ക് ക്ലിയർ ആയി. ഇന്ന് നമ്മൾ പ്രാർത്ഥന ചെയ്തു. സോറി, നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ആ സാക്ഷ്യം ആദ്യം പറയേണ്ടതായിരുന്നു. നമ്മുടെ നെറ്റ്വർക്ക് ഇന്ന് അത് ശരിയായി. നിങ്ങൾ വിശ്വസിച്ചതുപോലെ, നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ അല്ല, നിങ്ങൾ വിശ്വസിച്ചതുപോലെ തന്നെ കർത്താവ് അത് ചെയ്തു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. വിശ്വസിച്ച് കൽപ്പിച്ചവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കേറി വരുന്ന സ്ഥലത്ത് ഒരു കാറ്, അതുപോലെ തന്നെ വീടിന്റെ കേറി വരുമ്പോ തന്നെ TV അതിന് അഭിമുഖമായിട്ട് ഇരുന്ന കാണാം. അങ്ങനെ പറഞ്ഞത് എന്റെ വീടിന്റെ ഇതായിരുന്നു പറഞ്ഞത്. ഞാൻ ഈ പ്രയറിന്റെ സമയത്ത് ഹസ്ബൻഡിന് ക്രിയാറ്റിൻ കൂടുതലായിട്ട് മെഡിസിൻ കൊടുക്കുന്ന നേരത്തെ ആള് തല കറങ്ങി ബെഡിൽ തന്നെ വീണു. ആ സമയത്ത് യേശുവിനോട് ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ആ വീട് ഞങ്ങളുടെ വീടാണ്, ബ്രദർ കാണിച്ചെന്ന വീട്. തീർച്ചയായിട്ടും പ്രത്യേകം എല്ലാവരും കൂടി പ്രാർത്ഥിക്കണം. ക്രിയാറ്റിന് സ്വല്പം കൂടുതലാണ്, ഡയാലിസിസ് നിർത്തിവെച്ചതാണ്, പക്ഷെ തീ കൂടുതലായിട്ട് ആളത് ഈ പ്രയറിന്റെ സമയത്താണ് തല കറങ്ങി ബെഡിൽ വീണത്. ഇപ്പൊ ബ്രദർ പറഞ്ഞ വീട് എന്റെ വീടായിരുന്നു. തീർച്ചയായിട്ടും കർത്താവ് തൊടുവാണ്. ദൈവാത്മാവ് എല്ലാം കാണുന്നുണ്ട്. ആ ഭവനത്തിൻ്റെ ദൈവം ചെയ്ത പോലെ തന്നെ അടയാളം കർത്താവ് കാണിച്ചാണ്. ദൈവം തൊടുകയാണ്. നിങ്ങൾ ആ വചനം കേട്ടായിരുന്നല്ലോ. എത്ര പേര് ആ വചനം കേട്ടായിരുന്നു? ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്നാണ് കർത്താവ് ആലോചന പറഞ്ഞത്. അവിടെ കർത്താവ് അത് ചെയ്യും. ദൈവം അത് വിശ്വസ്തനാണ്, വാക്ക് മാറാത്ത ദൈവമാണ്. ആമേൻ. ജീവൻ വ്യാപരിക്കും. ആമേൻ. പറഞ്ഞോ സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്, മ്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. മ്യൂട്ട് മാറ്റി പറഞ്ഞു. ഇടയ്ക്ക് 1-ാം തീയതി ഞാൻ സൂമിൽ കയറിയായിരുന്നു മീറ്റിങ്ങിന്. അന്നേരം ആയിരുന്നു. പിന്നെ ഞാൻ അതിനുശേഷം എനിക്ക് സൂം യൂട്യൂബിലേക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ട് എനിക്ക് നടുവേദന, ഭയങ്കര നടുവേദന, പല ഇതിലും പ്രാർത്ഥിച്ചു എനിക്ക് കുറഞ്ഞിട്ടില്ല. അങ്ങനെ മിനിഞ്ഞാന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നടന്നോണ്ട് പ്രാർത്ഥിച്ചു. ഇന്നലെ മിനിഞ്ഞാന്നല്ല, എനിക്ക് ഇന്നലെ മുതൽ എനിക്ക് അങ്ങനെ നടുവേദന ഇല്ല. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഭയങ്കര വിടുതൽ, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നന്ദി കർത്താവ്. വലിയൊരു സാക്ഷ്യം തന്നെയാണ്. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നടുവേദന സിസ്റ്റർ ഭാരപ്പെട്ട് ഭയങ്കര. സിസ്റ്റർ എത്ര നാളായി പ്രാർത്ഥനയ്ക്ക് കയറാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയിൽ? സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? കട്ടായി പോയോ? സിസ്റ്റർ കേൾക്കുന്നുണ്ടോ എന്നെ? ഇപ്പൊ സാക്ഷ്യം പറഞ്ഞ സിസ്റ്റർ എത്ര നാളായി നമ്മുടെ 31-ാം തീയതി മുതലാണ് കേറാൻ തുടങ്ങി. അതെ, കേറാൻ തുടങ്ങിയത് മെയ് 31 മുതലാണ് സിസ്റ്റർ കയറാൻ തുടങ്ങിയത്. സിസ്റ്റർക്ക് വചനം കേട്ടപ്പോൾ സിസ്റ്റർക്കകത്ത് ഒരു ബലം ഉണ്ടായല്ലേ? അതെ അതെ, അത് ഞാൻ വചനം പറഞ്ഞോണ്ട് നടക്കുന്ന ആള് തന്നെയാണ്. വചനത്തിൽ അധികം ഉറച്ച് അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് പല രീതിയിലും പല ഭാഷ ഇതിലും പ്രാർത്ഥിച്ച് എനിക്ക് കുറവ് വന്നില്ല. 2 ദിവസം മുന്നേ ഈ ബ്രദർ പറഞ്ഞ ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണമെന്ന്, രോഗശാന്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴാണ് എനിക്ക് വിടുതൽ കിട്ടിയത്. ആമേൻ. അതായത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള നമ്മുടെ വചന സന്ദേശം സിസ്റ്റർ കണ്ടു യൂട്യൂബിൽ. അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, നമുക്ക് ദൈവം തരുന്ന വചനങ്ങൾ. കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു സ്തോത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നടന്നു.
ആമേൻ. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള വചനം സിസ്റ്റർ കേട്ടു. അതിൻ്റെ അകത്ത് കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, തരണേ കിട്ടണേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല, തന്നിരിക്കുന്നു, യേശു മുറിവേറ്റിരിക്കുന്നു, എന്റെ സൗഖ്യം. ആമേൻ. അതാണ് ആമേൻ. അതാണ് പറഞ്ഞോണ്ടാ ഞാൻ പ്രാർത്ഥിച്ചത്. ആമേൻ. അതാണ് വ്യത്യാസം. ശ്രദ്ധിച്ചോണം. പലരും പ്രാർത്ഥിക്കുന്നത് തരണേ തരണേ എന്നാണ്, പക്ഷെ യേശുവിന്റെ മുറിവ് നടന്ന കാര്യമാണ്. നിങ്ങളുടെ കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മുറിയും എന്നല്ല, മുറിഞ്ഞിരിക്കുന്നു. യേശു അടി ഏറ്റിരിക്കുന്നു, യേശുവിന്റെ ശരീരം മുറിഞ്ഞിരിക്കുന്നു, ഞാൻ സൗഖ്യമായിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ സിസ്റ്റർ? അതാണ് വിശ്വസിച്ചത്. അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു, കൈവച്ച് പ്രാർത്ഥിച്ചു, നടന്നു. പക്ഷെ ഇപ്പൊ നടുവേദനയില്ല. യേശു അത്ഭുതം ചെയ്തു. കർത്താവിന്റെ മുറിവിനാലുള്ള വചനം ശക്തി വ്യാപരിച്ചു. നമ്മൾ കേട്ടതുപോലെ യഹോവയുടെ ആലോചന നിവൃത്തിയായിരിക്കുന്നു. ദൈവത്തിന്റെ ആലോചന നടന്നിരിക്കുന്നു. കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായി? പറഞ്ഞു. കേക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, പറഞ്ഞു. ഞാൻ ഇതുപോലെ 2 ദിവസം കൊണ്ട് ഞാൻ ഒന്ന് വീണ്, ഞാൻ ബെഡ് റെസ്റ്റിലായി. ഇപ്പം 70 ദിവസം കഴിഞ്ഞു. അങ്ങനെ കിടക്കും. അന്നേരം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ഇരിക്കരുത്, നിന്ന് ഒരു ചെറുതായിട്ട് ഇപ്പം ജോലിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ഈ വചനങ്ങളെല്ലാം ഇപ്പം കേൾക്കുന്നതും കിടന്നുകൊണ്ട് തന്നെയാണ്. അങ്ങനെ പിന്നെ ഞാൻ 2 ദിവസം കൊണ്ട് എനിക്ക് നിന്ന് ചെറിയ ജോലി ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കിന് അങ്ങ് പുറം ഭയങ്കര അരപ്പ്, നടക്കുമ്പോഴും എല്ലാം. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രദർ പറഞ്ഞ പോലെ ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. അടിപ്പിണ്ടാലുള്ള സൗഖ്യം എനിക്ക് വന്നിരിക്കുന്നു, യേശുവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം തന്ന് കഴിഞ്ഞു, പിന്നെ ഞാൻ അതിന്റെ അവകാശിയാണ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. എനിക്കിപ്പോ 2 ദിവസം കൊണ്ട് പരിപൂർണ എനിക്ക് സുഖം കിട്ടി. കാരണം ആ അരപ്പ് അങ്ങ് മാറി. ഇപ്പൊ എനിക്ക് ജോലി ചെയ്യാം, എന്നാലും എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഡോക്ടർ പറഞ്ഞേക്കുവാണ് ടൈം. എന്നിട്ട് ഇനി 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നുകൂടെ ചെന്ന് എക്സ്റേ എടുത്ത് പിന്നെ ഇത് നോക്കാൻ പറ്റത്തുള്ളു. പുറത്തു ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നു എനിക്ക്. അന്നേരം അത് ഞാൻ ബാഗ് ഇട്ടേക്കുവാണ് പുറത്ത്. അങ്ങനെയാണ് ഈ കിടക്കുന്നത്. ഞാൻ കിടന്നാണ് ഈ വചനം എല്ലാം പിന്നെ ചൊല്ലുന്നതും പിന്നെ എല്ലാം കേൾക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. ദൈവം എനിക്ക് സൗഖ്യം തന്നു. പിന്നെ ഇന്നലെ വേദനയില്ല. പിന്നെ ബ്രദറെ, ഇന്നലെ ഞാൻ അതുപോലെ ഈ വചനം ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നപ്പോൾ എനിക്കൊരു പാട്ട് തന്നു. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിൽ എന്ത് കണ്ടു എന്ന് പറഞ്ഞ ആ പാട്ട് എനിക്ക് തന്നു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. ആമേൻ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർ ഇതായിട്ട് ശരീരത്തിന് ബുദ്ധിമുട്ടായിട്ട് ബെൽറ്റ് ഇട്ട് വീട്ടിൽ കിടക്കുവാണ്. ഡോക്ടർ പറഞ്ഞ് ബെഡ് റെസ്റ്റ് വേണം, ജോലിയൊന്നും ചെയ്യരുത്, നടക്കരുത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ശരീരം മുഴുവൻ വേദനയായിരുന്നു. പക്ഷെ കിടന്നുകൊണ്ടാണ് വചനം കേട്ടത്. യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ പൂർണ്ണമായും കർത്താവിൻ്റെ സിസ്റ്റർ പറഞ്ഞ തന്നെ വേദന മാറി. പക്ഷെ ബെൽറ്റ് ഇട്ടേക്കുവാണ്, എക്സ്റേ എടുക്കണം. അതിൻ്റെ അർത്ഥം കർത്താവ് വേദന മാറ്റിയെങ്കിൽ ആ വിഷയം മാറ്റി. ഇനി ആ ബെൽറ്റ് അഴിക്കുമ്പം എക്സ്റേ എടുക്കുമ്പം തെളിവ് കാണാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ വേദന മാറിയെന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വേദന വന്നതിന്റെ കാര്യം എന്തുവാ? അകത്തൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. വചനം പറഞ്ഞപ്പോൾ വേദന മാറുമെങ്കിൽ അകത്തെ പ്രശ്നം മാറി. ഇനി എക്സ്റേ എടുത്തുകൊണ്ട് സിസ്റ്റർ വരണം, ആ ഡോക്ടറെ കാണിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് എക്സ്റേ ആയിട്ട് വരണം സാക്ഷ്യം കാണിക്കാൻ വേണ്ടി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഞാൻ ഒരാഴ്ച ആയതേ ഉള്ളു കേറിയിട്ട് ഇതില് ഈ ആമേൻ. അങ്ങനെ ഞാൻ യൂട്യൂബിലാണ് ആദ്യം കണ്ടത്. എനിക്കൊരു സിസ്റ്ററാണ് ലിങ്ക് ഇട്ട് തന്നത്. എന്റെ പേരെന്റെ ആ കേറിയന്റെ അന്ന് രാത്രി തന്നെ എന്റെ പേര് വെളിപ്പെടുത്തി. പക്ഷെ ഞാൻ കേൾക്കുന്നില്ല, ഞാൻ യൂട്യൂബിൽ. അന്നേരം എന്റെ ഒരു ഫ്രണ്ടാ പറഞ്ഞത്, എന്റെ പേര് വിളിച്ച്, ബീനാന്ന് പേര് വിളിച്ച്. അങ്ങനെ ഞാൻ എന്തുവാന്ന് കേട്ടില്ല. ബ്രദർ പറഞ്ഞ എന്തോ വചനമാണെന്ന്. പക്ഷെ എനിക്ക് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിനും വെളിപ്പെടുത്തിയായിരുന്നു. ഒരു ഷീജ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പിന്നെ ഇങ്ങനെ എനിക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുമെന്ന് ബ്രദർ പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. ആമേൻ. നിങ്ങൾ പറഞ്ഞോളെ കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിസ്റ്റർക്ക് ഒരു സഹോദരി ലിങ്ക് അയച്ചു കൊടുത്തു. പക്ഷേ സിസ്റ്റർ കയറിയത് യൂട്യൂബിലാണ്. സിസ്റ്റർ യൂട്യൂബിൽ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞത്, ബീനേനെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. സിസ്റ്റർ സൂമിലല്ല, ആ സമയത്ത് സൂമിലാണ് നമ്മൾ ഈ ആലോചന. നിങ്ങളിപ്പം ഈ യൂട്യൂബിലാണ് സിസ്റ്റർ കേൾക്കുന്നത്. ഞാൻ കേട്ടില്ല ബ്രദറെ, എന്റെ അടുത്ത് ഈ സഹോദരിയാണ് പറഞ്ഞത്.
ഓക്കെ ഓക്കെ, സിസ്റ്റർ കേട്ടില്ല. യൂട്യൂബ്, ഓക്കെ, യൂട്യൂബിൽ ഞാൻ കേട്ട സഹോദരി. ഉം. ഓക്കെ, സിസ്റ്റർ പറഞ്ഞത് യൂട്യൂബിൽ കേട്ട സഹോദരി പറഞ്ഞത് ഇന്ന പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു. അപ്പോൾ സാഹചര്യം ഞാനും ഓർക്കുന്നില്ല, പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ ഇന്ന് ചിലപ്പം നമ്മൾ പറഞ്ഞാൽ ഞാൻ നാളെ ഓർക്കത്തില്ല. പക്ഷേ എപ്പോഴും റെക്കോർഡാണ്, ഇതെല്ലാം റെക്കോർഡാണ്, യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ ദിവസം ഒരു ദിവസം നമുക്ക് ലൈവ് ഇല്ലാതെ വന്നിട്ടുള്ളൂ, 1-2 ദിവസങ്ങളിൽ. ബാക്കി എല്ലാം റെക്കോർഡാണ്, എല്ലാ തെളിവ് പോലെ നമുക്ക് യൂട്യൂബിലെല്ലാം കിടപ്പുണ്ട്, ഫേസ്ബുക്കിലും കിടപ്പുണ്ട്. ഇപ്പം യാദൃശ്യമായിട്ട് സിസ്റ്റർ കേൾക്കുന്ന സമയത്താണ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബീന എന്ന് പറയുന്ന ബീനെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ സിസ്റ്റർ ആ സമയത്ത് സൂമിലേ ഇല്ല, സിസ്റ്റർ പിന്നീടാണ് സൂമിൽ ഇല്ല. വരുന്നത്. ഇപ്പം നമുക്ക് ഈ സാക്ഷ്യം പറഞ്ഞു, വേദന, യേശു. ആ സമയത്ത് സിസ്റ്റർ ബെഡിൽ കിടക്കുവാണ് രോഗിയായിട്ട്, ആ സമയത്ത് ആണ് ബെഡിലായിരുന്നു. ആണ് ആണ് ആണ്, കണ്ടോ, ഒന്നാലോചിച്ച് നോക്കിയാൽ ഇന്ന് സിസ്റ്റർ ബെഡിൽ കിടക്കുവാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഒരു ബീനയല്ലേ, പക്ഷെ ബീനേനെയാണ് ദൈവം തൊട്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞു, എൻ്റെ യേശു എൻ്റെ വേദന മാറ്റി. അപ്പൊ ഈ ബീനെ തന്നെയാണ് കർത്താവ് തൊടാൻ ആഗ്രഹിച്ചതെന്നുള്ളതിന്റെ തെളിവ്. അല്ലെങ്കിൽ ചുമ്മാ ഞാനിപ്പോൾ ഇരുന്നുകൊണ്ട് പറയാം ബീനെ തൊടുന്നു, ഇന്നയാളെ തൊടുന്നു, ഇന്നയാളെ തൊടുന്നു, ചുമ്മാ പറയുകയല്ല. കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ന് സാക്ഷ്യം പറഞ്ഞു വന്നില്ലേ, യേശു എൻ്റെ വേദന മാറ്റി. ഈ വേദന മാറ്റാൻ വേണ്ടിയാണ് ദൈവം പേര് വിളിക്കുന്നത്, കർത്താവിന്റെ കൃപയാൽ. ഇന്ന് അപ്പം നിങ്ങൾ ഓർത്തോണം, ജസ്റ്റ് സൂമിലേ അല്ല. പലപ്പോഴും നമ്മൾ സൂമിൽ ആൾക്കാർ പറയും സൂമിലേ കേട്ടിട്ടില്ല, യൂട്യൂബിൽ കേട്ടു. അപ്പൊ യൂട്യൂബിൽ എത്രയോ ആൾക്കാർ കേൾക്കുന്നുണ്ട്. യൂട്യൂബിൽ നമ്മുടെ 2 യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. അപ്പൊ ഇതിനകത്ത് എത്ര പേര് കേൾക്കുന്നു, പുതുതായിട്ട് ആര് കേൾക്കുന്നു നമുക്കറിയത്തില്ല. ഒരാഴ്ചയായിട്ടുള്ള ലിസ്റ്റ് കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഈ ഒരാഴ്ചക്കുള്ളിൽ ഇന്ന ആള് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കർത്താവിന് അറിയാം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥന കൈക്കൊള്ളുമ്പോൾ, ആലോചന കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചാൽ, നിങ്ങൾ എവിടെ മറഞ്ഞിരുന്നാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയാം, ദൈവം നിങ്ങളെ തൊട്ടിരിക്കും. എത്ര വലിയ പിശാചിന് തടസ്സം വെച്ചാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും, എത്ര പ്രതിസന്ധി വന്നാലും, ബൈബിൾ പറയുന്നു, ഇന്നലെ നമ്മൾ കേട്ടതുപോലെ, നീ ഒറ്റയാളെ പോലെ മിദ്യാനെ തോൽപ്പിക്കുന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. അതിനേക്കാൾ വലിയൊരു ഉറപ്പ് വേറെയില്ല. ഇതാണ് ദൈവം. കർത്താവ് അനുഗ്രഹമായി തീരട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഇനിയും ബലപ്പെടുത്തട്ടെ. എക്സ്ട്രാ റിപ്പോർട്ടുമായിട്ട് വരണം, ആ ബെൽറ്റ് അഴിച്ചിട്ട് വരണം, കർത്താവിന്റെ തെളിവോടെ വന്ന് ഞങ്ങളെ കാണിക്കണം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യത്തിനുണ്ടോ? താങ്ക് യു ബ്രദറെ. മോന് ഇന്ന് എക്സാം എഴുതി, കെമിസ്ട്രി എക്സാം നന്നായിട്ട് എഴുതിയെന്ന് പറഞ്ഞു. ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നത് 121ാമത്തെ സങ്കീർത്തനം 23ാം സങ്കീർത്തനം എപ്പം പഠിക്കാം. ஆனால் அந்த ஆழத்துல படிச்சிடல. பிரதருடையது பிரசங்கம் கேட்டதிலிருந்து அது இப்போ எனக்கு മനസ്സിലായി. അതുകൊണ്ട് ആ വചനം എനിക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ബ്രദറെ. താങ്ക് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. കർത്താവ് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ കഴിഞ്ഞ് വലിയൊരു ഭാരമായിരുന്നു മകന്റെ വിഷയം. കർത്താവിന്റെ കൃപയാൽ ഇന്ന് മകനൊരു ബലവും ധൈര്യവും കൊടുത്തു. കർത്താവ് പരീക്ഷ എഴുതാൻ ഉന്നതമായ ജയം ഉണ്ടാകട്ടെ. കർത്താവ് സഹായിക്കും കേട്ടോ. കർത്താവ് ബ്ലസ് ചെയ്യട്ടെ. ഇന്ന് യൂട്യൂബിലൊക്കെ ലൈവിൽ കാണുന്നതോട് പറയുന്നത്, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. എനിക്കറിയാം നിങ്ങളും വളരെ വിശ്വാസത്തോടെ, എനിക്കറിയാം പല സാഹചര്യത്തിൽ ചിലർ എല്ലാവർക്കും സൂമിൽ ലൈവ് വരാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് വരാൻ, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഈ ബീന സഹോദരി എപ്പോഴോ യൂട്യൂബിൽ കണ്ട ലൈവ് കണ്ടതുമല്ല, ആ സഹോദരിയുടെ കൂട്ടുകാരി കണ്ടിട്ടാണ് നിന്റെ പേര് ദൈവാത്മ വെളിപ്പെടുത്തുന്ന ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥന വന്നതാണ് ഇത് സൗഖ്യമായതെങ്കിൽ യേശു നിങ്ങളെയും കാണുന്നുണ്ട്. ഇവിടെ ഞാനെന്ന വ്യക്തിയല്ല ഇവിടെ പ്രാധാന്യം, ഇവിടെ യേശു ക്രിസ്തുവിനെ ഉയർത്തുകയാണ്. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? പറഞ്ഞു ഹലോ, പറഞ്ഞു. ഞാൻ 2 ആഴ്ചയായുള്ളൂ. എനിക്ക് ഒരു സിസ്റ്റർ ലിങ്ക് ഇട്ട് തന്നിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. എനിക്ക് ഈ സൂമിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പെഡലി ഭയങ്കര ഷോൾഡർ പെയിൻ ആയിരുന്നു. എനിക്ക് പെഡലി ഇങ്ങനെ തിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഈ പ്രെയർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് ഒരുപാട് വ്യത്യാസം വന്നു, സൗഖ്യമായി. ആമേൻ. നന്ദി കർത്താവ്. എന്ന് പ്രിയമോള് പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ലിങ്ക് അയച്ചു കൊടുത്ത സിസ്റ്റർമാർക്കും ബ്രദർമാർക്കും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഈ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ സൗഖ്യങ്ങളൊക്കെ നടക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം തുടക്കത്തിൽ മറ്റേ സൗകര്യം പറഞ്ഞില്ല, ബെഡേ കിടക്കുക, ഡോക്ടർ അനങ്ങരുന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ വന്ന് സാക്ഷ്യം പറഞ്ഞത്. യേശുവിൻ്റെ വേദന പറ്റി ഇത് ഒരു ലിങ്ക് കൊടുത്തതാണ്, ഒരാൾ അയച്ചു കൊടുത്തൊരു ലിങ്കാ. ബെഡേ കിടക്കുന്ന പേഷ്യന്റ്, രോഗി, യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞു. ഇപ്പോൾ സൗകര്യം പറഞ്ഞതുപോലെ പെടലി വേദനയായിട്ട് ഷോൾഡർ പെയിനായിട്ട് ഭാരപ്പെടുമായിരുന്നു. പക്ഷേ ഏതൊരു സഹോദരി പ്രാർത്ഥന ലിങ്ക് കൊടുത്താണ്, അത് വചനം കേട്ടു, പ്രാർത്ഥിച്ചു, യേശു സൗഖ്യമാക്കി സാക്ഷ്യം പറഞ്ഞു. അപ്പം നിങ്ങൾ ഈ കൊടുക്കുന്നവർക്കും ഇതിൻ്റെ അനുഗ്രഹം ഉണ്ട് കേട്ടോ. സുവിശേഷം പ്രതി എന്ത് ചെയ്താലും ഇത് സുവിശേഷത്തെ നിങ്ങൾ ഉയർത്തുക, നിങ്ങൾക്കും അനുഗ്രഹമുണ്ട്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഹലോ ബ്രദർ, പറഞ്ഞു.
ഹലോ ഹലോ ബ്രദർ, എൻ്റെ ഒരു ബേസിക് ഒരു സെക്കൻഡ്, ഒരുമിച്ച് നിങ്ങൾ മ്യൂട്ട് മാറ്റല്ലേ, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ പറഞ്ഞു ഹലോ കേൾക്കുന്നുണ്ട് സിസ്റ്റർ, ആരാ പറയുന്നത്? അപ്പോൾ കേൾക്കുന്നുണ്ട് ഞാൻ, ഹലോ പറഞ്ഞു. ഓക്കെ, ഇനി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, മ്യൂട്ട് മാറ്റി പറഞ്ഞു. ആ, എനിക്ക് വേണ്ടി, എൻ്റെ ഫാമിലിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഒന്ന് ഹലോ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഒരാൾ പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർ മ്യൂട്ട്. പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. ഹലോ, പറഞ്ഞ സഹോദരി പറഞ്ഞു. പറഞ്ഞു. ഹലോ ബ്രദറെ. ഞാൻ കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഹലോ ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞു സിസ്റ്ററെ. ഓഡിയോ കട്ടാവുന്നുണ്ട്. ഹലോ ബ്രദർ, കേൾക്കാമോ? പറഞ്ഞു. മറ്റേതും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ മിനിഞ്ഞാന്ന് ഒരു കാര്യം പറഞ്ഞാൽ എനിക്കൊരു ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതാണ് എന്ന്. പിന്നെ അത് ബ്രദർ എന്നോട് വചനം പറയാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ മനസ്സോടെയാണ് ഇതൊക്കെ പറയുക. കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പറയുന്ന വചനം ഇതായിരുന്നു: എൻ്റെ ദൈവമായ യഹോവ എന്നോട് പറയുന്നു, എനിക്കൊരു അനർത്ഥവും ഭവിക്കൽ, ഒരു ബാധ എൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല. യഹോവ ദൈവം എനിക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിലും മനസ്സിൽ ഈ ഭയം തികട്ടി കയറി വരികയാണ്. പക്ഷെ ഇത് എനിക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം. ഒരു റിപ്പോർട്ട് കൊടുത്തതിൽ എൻ്റെ ഒരു നോട്ടപ്പശവ് കൊണ്ട് 5ാമത്തെ കോളത്തിൽ വരേണ്ട സാധനം 4ാമത്തെ കോളത്തിലുള്ള എടുത്ത് കൊടുത്തു പോയി. വലിയ ഫിഗർ വ്യത്യാസം. അത് ഞാൻ ബ്രദറുമായിട്ട് സംസാരിച്ചതാണ് അതിന്റെ കാര്യം, ആ റിപ്പോർട്ട്. അപ്പൊ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് യാതൊരു കാരണവശാലും അതിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് തിരുത്തുമെന്ന് എനിക്ക് ഒരെത്തും പിടിയും ആലോചിച്ചിട്ട് കിട്ടുന്നതേയില്ല. എങ്ങനെ അതിന്റെ തിരുത്തൽ റിപ്പോർട്ട് എങ്ങനെ പോകും, അതിലെന്താണെന്നുള്ളത്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഈ റിപ്പോർട്ട് നമ്മൾ ഡൽഹിക്കാണ് അയക്കേണ്ടത്. അതിന് മുന്നോടിയായി വേറൊരു വലിയ ഏറ്റവും ബേസ് ഡോക്യുമെന്റ് എന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. അത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. അപ്പൊ ഞങ്ങൾ 4-5 പേര് ചേർന്ന് സൂക്ഷ്മതയോടുകൂടി അത് കൈകാര്യം ചെയ്ത് മിനിഞ്ഞാന്നത് അതിന്റെ ഡ്രാഫ്റ്റ് അയച്ചു കൊടുത്ത് അവരത് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇന്നലെ അതിലെ ഞാൻ ഏത് റിപ്പോർട്ടിന്റെ ഫിഗറാണോ കൊടുത്തത് ആ റിപ്പോർട്ടിന്റെ ഫിഗർ ഈ ഭാഗത്ത് തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ മൊത്തം മാറ്റിത്തരണം എന്ന് പറഞ്ഞു. എനിക്കത് പറയാൻ പറ്റാത്ത സന്തോഷം തോന്നി. കാര്യം എന്ത് രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ മാറ്റം വരുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ മാനസിക ബുദ്ധിയിൽ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. കാര്യം എങ്ങനെ എടുത്താലും ഈ തെറ്റ് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ മറ്റൊരു ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ഇത് മൊത്തം റിപ്പോർട്ടിനെ മാറ്റേണ്ടതായിട്ട് വരിക. ഇത് ഈ യേശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാളും ഉയർന്നു നിൽക്കുന്നു. അത് ആ അക്ഷരം പ്രതി അത് അതേപടി അങ്ങ് സംഭവിക്കാതിരിക്കുന്നത്. എന്റെ മനസ്സിനെ മുഴുവൻ പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പേ പോയി ദുർഘടങ്ങൾ നിരപ്പാക്കുകയും താമ്രവാതിൽ തപ്പി ഇരുമ്പോടാമ്പരം ഓടിക്കുകയും ചെയ്യും. ഞാനാണ് ഇത് യഹോവ, ഭയപ്പെടുന്ന മിണ്ടാതിരുന്ന് കേട്ടുകൊള്ളുക, ഞാൻ യഹോവ എന്ന് നനച്ചുകൊള്ളുക. ഈ വാചനങ്ങളാണ് എൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ കടന്ന് വന്നത്. ദൈവം എത്ര ഉന്നതനാണെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എനിക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. കാര്യം അതുപോലെ ഒരു പ്രതിസന്ധി, ഒഫീഷ്യൽ പ്രതിസന്ധി എന്ന് പറയുന്നത് ഭയങ്കര പ്രതിസന്ധിയാണ്. ഞാൻ തല കുനിച്ച് ഞാൻ തോറ്റവനെ പോലെ ഞാൻ നിൽക്കേണ്ടി വരുമോ, ഞാൻ തല കുനിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് നിൽക്കേണ്ടി വരുമോ? നിന്നെ ഒരിക്കലും ഞാൻ തല കുനിപ്പിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ബ്രദർ എന്നോട് ആ വിഷയം സംസാരിച്ച സമയത്ത് പറഞ്ഞ് ഇല്ല, കർത്താവ് അവിടെ ഇരുത്തിയത് കർത്താവാണെങ്കിൽ മാനിക്കുകയും ചെയ്യും. ജീസസ്, ഫോക്കസ് ഓൺ ജീസസ് ഓൺലി. യേശുവിനെ മാത്രം ഫോക്കസ്. എന്റെ ഫോക്കസ് അപ്പോഴും മേലുദ്യോഗസ്ഥരെന്ത് പറയുന്നുള്ളതാണ് ഫോക്കസ് അല്ല. ജീസസ്, കർത്താവായ യേശു ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യാനാണ് ബ്രദർ പറഞ്ഞത്. സത്യം. അപ്പൊ ഞാനപ്പോൾ ആലോചിച്ചു, എന്റെ മേലുദ്യോഗസ്ഥരൊക്കെ എന്റെ പിതാവിന്റെ കൂലിപ്പണിക്കാരാണ്. എന്റെ പിതാവിന്റെ വീട്ടിലെ വേലക്കാര് മാത്രമാണ്. ഞാൻ മകനാണ്. അപ്പൊ എന്റെ പിതാവിന്റെ സമ്മതം കൂടാതെ എന്റെ വേലക്കാർക്ക് എന്റെ നേരെ ഒന്നും വിരല് പോലും അനക്കാൻ പറ്റില്ല. അതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്റെ ഓഫീസിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ പവർ, ആ ശക്തി അങ്ങോട്ട് വെളിപ്പെടുത്തരുത്. കർത്താവിനെ പൂർണ്ണമായിട്ട് ഞാൻ കീഴടങ്ങി കൊടുക്കണം. കർത്താവ് ചെയ്ത അത്ഭുതത്തെ ഓർത്ത് ഞാൻ സാക്ഷ്യം പറയുന്നു. നന്ദി. ആമേൻ. നന്ദി കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ടോംസ് വലിയൊരു ഭാരത്തിലായിരുന്നു. അദ്ദേഹം വലിയൊരു കോംപ്ലിക്കേഷനിലൂടെ കടന്നുപോയത്. പക്ഷേ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, അനർത്ഥം വരത്തില്ല, അത്ഭുതമാക്കി മാറ്റും.
അതിൽ അദ്ദേഹം ബലപ്പെട്ടു, കർത്താവിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. നിരാശപ്പെടേണ്ട അവസ്ഥകളുണ്ടായി. നമ്മൾ കേട്ടതുപോലെ ഒത്തിരി പരാജയ ചിന്തകൾ മനസ്സിൽ വന്നു. പക്ഷേ ആ വന്നതല്ല നടന്നത്, വചനം പറഞ്ഞതാണ് നടന്നത്. അത്ഭുതമാണ് നടന്നത്. ഒരിക്കലും നടക്കാത്ത സംഭവം, നടക്കാൻ പറ്റത്തില്ലാത്തതാണ്. പക്ഷേ ദൈവം ഇറങ്ങിയാൽ പിന്നെ എല്ലാം നടക്കും. കർത്താവ് ഇറങ്ങിയാൽ അസാധ്യങ്ങൾ സാധ്യമാകും, ദൈവം ഇറങ്ങിയാൽ അത്ഭുതം നടക്കും. അതുപോലത്തെ ഒരു സാക്ഷ്യമായിരുന്നു. ഒത്തിരി ഭയങ്കര ഒഫീഷ്യൽ ആയതുകൊണ്ട് അത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ലാത്തതാണ്. പക്ഷെ കർത്താവ് ഇറങ്ങി ചെയ്തതാണ്. അത്ഭുതമാണ്. ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹലോ. ആമേൻ. പറഞ്ഞോ. തീർച്ചയായിട്ടും എന്റെ ഫാമിലിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളെ 12 വർഷമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എവിടെ കേട്ടില്ല? 12 വർഷമായിട്ട് 12 വർഷമായിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫാമിലിക്ക് വേണ്ട. ഓക്കെ, തീർച്ചയായിട്ടും ബ്രദർ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രിയ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ആ കുടുംബജീവിതത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു ബ്രദറെ. പലപ്പോഴും സ്നേഹമായിട്ട് പോകാൻ നോക്കിയിട്ട് പുള്ളിക്കാരത്തെ അടുത്ത് വരുന്നില്ല. നമുക്ക് ഒരുമിച്ച് അങ്ങനെയുള്ള വലിയ പ്രയാസം. മോനെ എന്നിൽ നിന്ന് അകത്തിക്കൊണ്ട് വയ്ക്കും. മോനെ കൊണ്ട് വിളിക്കത്തില്ല, വിളിപ്പിക്കത്തില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു വലിയ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നത്. ഞാൻ നേരത്തെ ഗൾഫിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്. എന്റെ സമ്പത്ത് മൊത്തം അവരുടെ കയ്യിലായി. അധ്വാനം മൊത്തം നമുക്ക് പ്രാർത്ഥിക്കാൻ ബ്രദറെ. എന്തായാലും കർത്താവ് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട്. തീർച്ചയായിട്ടും ബ്രദറെ, നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ പ്രിയ ബ്രദറിന് വേണ്ടി നമുക്ക് ബ്ലസ് ചെയ്യാം. കർത്താവെ, 12 വർഷമായിട്ട് കുടുംബജീവിതത്തിൽ വിള്ളലുകളാൽ പ്രിയമകൻ ഭാരപ്പെടുന്ന കർത്താവെ, തെറ്റിദ്ധാരണകൾ മാറി ഐക്യതയുണ്ടാകുവാൻ. എൻ്റെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണപ്പോൾ. മനുഷ്യന് ഇന്ന് ആയുസ്സും ആരോഗ്യവും എല്ലാ ജീവൻ്റെ തുടിപ്പും കൊടുക്കുന്ന ദൈവമാണല്ലോ. അപ്പോൾ അങ്ങേക്ക് മനം തിരിക്കാൻ കഴിയാത്തോട്ട് ഒന്നുമില്ല. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവരുടെ കുറവുകളെ നീക്കി, കർത്താവെ, കുടുംബജീവിതത്തിലെ വിള്ളലുകളെ മാറ്റി സമാധാനത്തോടെ ഐക്യതയോടെ അവരെ നടത്തുവാൻ എൻ്റെ ദൈവം മതിയായ കർത്താവാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അപ്പം ഈ ദിവസത്തിൽ ഞങ്ങൾ കേൾക്കും. നല്ലൊരു സന്തോഷ വാർത്ത ഞങ്ങൾ ആ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് കേൾക്കും. അതിനിടയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങ് തൊടുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞോ. ഹലോ, കേൾക്കാമോ? ഞാൻ ഇന്ന് വിദേശത്തേക്ക് കടന്നു പോകണം. ഞാൻ ഈ മീറ്റിങ്ങില് കുറെ നാളായിട്ട് പങ്കെടുക്കുന്ന ആളാണ്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ പോവാണ് ഒരു 12 മണിക്ക്. എങ്ങോട്ടാ ബ്രദറെ പോകണേ? അവിടെ ചെന്ന് ജോലി മേഖലയിലൊക്കെ ഒന്ന്, ഞാൻ യൂറോപ്പിലോട്ടാ, സ്ലോവാക്യ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഓക്കെ, അദ്ദേഹം ഒത്തിരി എനിക്ക് വന്ന് കുറെ നാളായിട്ട് ബ്രദർ പ്രയർ റിക്വസ്റ്റ് പറഞ്ഞായിരുന്നല്ലേ? ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ മീറ്റിംഗ് കണ്ടിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം യാത്രയ്ക്ക് വേണ്ടി 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും മീറ്റിങ്ങുകൾ മുടങ്ങാതിരിക്കാൻ കർത്താവ് സഹായിക്കും. ബലപ്പെടട്ടെ. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രിയമകൻ്റെ കുറേ നാളുകളായിട്ടുള്ള ഒരു ഭാരമായിരുന്നൊരു വിഷയമായിരുന്നല്ലോ. യേശുവെ, അങ്ങ് ആ യാത്ര അത്ഭുതമാക്കി. ഇന്ന് യാത്ര പോവുകയാണ്. അതൊരു സാക്ഷ്യമാണല്ലോ. അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം ആ വഴി യാത്രയിലൊക്കെയും കർത്താവ്, ഫ്ലൈറ്റിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ദൂതന്മാർ കാവലുണ്ടല്ലോ. ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ കർത്താവ്, ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ പരിചയമുള്ള ഒരാളെ പോലെ ആ ദേശത്ത് ഇറങ്ങുമ്പോൾ ക്ലൈമറ്റ് ആയിക്കോട്ടെ, അവിടുത്തെ എല്ലാ കർത്താവ് ആളുകളായിക്കോട്ടെ ഒക്കെയും പ്രിയമകൻ അനുകൂലമാകട്ടെ. ജോലി മേഖലകൾ തുറന്നു വരുവാൻ കൽപ്പിക്കുന്നു. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. വാതിൽ തുറക്കട്ടെ. അവിടെ ചെല്ലുമ്പോൾ നന്മ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കാര്യങ്ങളും ആ രാജ്യത്ത് ചെല്ലുമ്പോൾ ഒരു അന്യരാജ്യക്കാരനെ പോലെ ജീവിക്കാതെ അവരുമായിട്ട് ഇണങ്ങിച്ചേരുവാൻ, അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ഇണങ്ങിച്ചേരും. എല്ലാം കൊണ്ടും പ്രിയമാൻ അനുകൂലമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ബ്രദറെ, ഞാൻ പറഞ്ഞു. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ.
സാക്ഷ്യമാണ്, പ്രാർത്ഥന റിക്വസ്റ്റ് അല്ല. സാക്ഷ്യങ്ങളുള്ളവർ ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞോ. ഹലോ ഹലോ ബ്രദർ, ഞാന് എനിക്കൊരു സംശയമാണ്. ഞാനിവിടെ ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ എന്താണ് നമ്മളെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അകത്തൊരു വാക്യം ഉണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു വാക്കുണ്ട്, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. കാര്യം ആ വചനം പറയുന്നത് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തില്ല. അതുകൊണ്ട് സിസ്റ്റർ ഒരു കാര്യം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയുന്നു, കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിനെ സ്തുതിക്കുക, യേശു ക്രിസ്തുവിനെ മുറുക്കെ പിടിച്ചാലുണ്ടല്ലോ, ബൈബിൾ പറയുന്നു ഒന്നും ഒരു പിശാചിനും ഒരു ശക്തിക്കും നമ്മളെ തൊടാൻ കഴിയത്തില്ല. ബൈബിൾ അങ്ങനെ പറയുന്നു. ബൈബിൾ അങ്ങനെ പറയുന്നുവെങ്കിൽ അത് സത്യമാണ്. കർത്താവ് പറയുന്നതാണ്, ദൈവം ഭോഷ്ക് പറയത്തില്ല. അതുകൊണ്ട് സിസ്റ്റർ ബലപ്പെട്ടോണം, ആ വചനം പറഞ്ഞ് ബലപ്പെട്ടോണം, ഒരനർത്ഥവും വരത്തില്ല, ദൈവം സൂക്ഷിക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ മിത്രേ, സാക്ഷിയല്ല, എനിക്ക് ആ പ്രാർത്ഥനയുടെ ലിങ്ക് ഒന്ന് അയച്ചല്ലോ വചനങ്ങളുടെ. ഏതായിരുന്നു? ഹലോ, ആ പ്രാർത്ഥന വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ലിങ്ക്, വചനങ്ങളുടെ ലിങ്ക് ഒന്ന് അയച്ചു തരണേ. എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ അത് ഞാൻ അയച്ചു തരാം കേട്ടോ. ആ ശരി ശരി. ആ ഓക്കെ. സാക്ഷ്യമുള്ളവരുണ്ടെ പറഞ്ഞാട്ടെ, ഞാൻ അയച്ചു തരാം കേട്ടോ. പറഞ്ഞോ ശ്രീധർ, ഉറക്കെ പറയണേ. എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചാൽ മാറുന്നു, പക്ഷെ അതിന് മരുന്ന് കുറെ കുറിച്ച് മാറുന്നില്ല. ലാസ്റ്റ് വേദന കുറെ ഇതായതിനു ശേഷം ഞാൻ കുറെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാറിപ്പോയി. മരുന്ന് കുടിച്ചിട്ടൊന്നും മാറുന്നില്ല, പ്രാർത്ഥിച്ചതിന് ശേഷം മാറി. ആമേൻ. ഷിജബർ പറഞ്ഞു, ഷിജബർ പല്ലുവേദനയായിട്ട് ഭാരപ്പെടുമായിരുന്നു, ഒത്തിരി മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവ് ആ വേദനയുടെ മേൽ സൗഖ്യം കൊടുത്തു. നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കണം, നിങ്ങളും കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ചെയ്ത് പല്ലായിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കൈ വെച്ചുകൊണ്ട് പറഞ്ഞോണം, വേദന യേശു വഹിച്ചത്. ഇങ്ങനെ പറഞ്ഞു, എൻ്റെ വേദന എന്തും ആയിക്കോട്ടെ യേശു ക്രൂശിൽ വഹിച്ചതാണ്. ആമേൻ. കർത്താവ് മകൻ കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ പറഞ്ഞു സിസ്റ്ററെ. ഹലോ പറഞ്ഞു സിസ്റ്ററെ. ഹലോ കേൾക്കാമോ? പറഞ്ഞു സിസ്റ്ററെ. ഗിരിജ, പാലക്കാട്. പിന്നെ നമ്മളെ ഈ അടുക്കളയില് പുറത്ത് അടുപ്പുണ്ടേ, അപ്പൊ അതില് സിസ്റ്റർ ക്ലിയർ അല്ല. ഈ മഴ സമയത്ത് ചില സമയം കൊണ്ട് ഈ കറുത്തൊരു വെള്ളമാണ് വരുന്നത്, കുട്ടികളെ യൂണിഫോം. അപ്പൊ അതിലൂടെ സംഭവിച്ചു, വീണ് പോയി. 4 ദിവസം അങ്ങനെ കഴുകിയിട്ടും പോയതേ ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സങ്കടം വന്നു. എന്താണ് ഡെയിലി കഴുകി നോക്കി, അത്ര സോപ്പ് പൊടി ഇട്ടു, എന്നിട്ട് അത് പോകുന്നില്ല. ഭയങ്കര ടെൻഷനാണ്. ശക്തമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ഇനി അവർക്കുന്ന തുണികൾ ഇവിടെ ഇടുമ്പോൾ ഒന്നും സംഭവിക്കരുതേ. വലിയൊരു അത്ഭുതമാണ് ദൈവം അവിടെ പ്രവർത്തിച്ച്. എത്രയോ 7-8 അയക്കോലൊക്കെ ഉണ്ട്. അയക്കോലില് കംപ്ലീറ്റ് കുട്ടികളുടെ ഡ്രസ്സും എല്ലാം വെള്ള ഡ്രസ്സാണ്. ഇതുവരെ ഒരു ബ്ലാക്ക് കളർ അതിനകത്ത് വീണിട്ടില്ല. ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചതിന് ഒരുപാട് നന്ദി, സന്തോഷമുണ്ട്. അനേകം തുണികൾ അവിടെ ഇട്ടിട്ടുണ്ട്. കാലത്ത് അടിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണില്ല. എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നും. പിന്നെ വീട്ടില് ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് വിശ്വാസമാണ്. ഒരുപാട് ദൈവം എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ചുരുക്കി ഞാൻ പറയുന്നത് കിട്ടാൻ പറ്റില്ല. ഞാൻ ഇനി ദൈവത്തിന് കൂടി നന്ദി പറയണം. ദൈവം പ്രവർത്തിക്കുന്ന അനേകം പേർക്ക് നന്ദി പറയണം. ദൈവം വലിയവനാണ്. അപ്പോ ഞാൻ സങ്കീർത്തനം 23 ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഏതൊക്കെയോ അവസ്ഥയിൽ കൂടി പോകുമ്പോഴും എല്ലാം ദൈവം എന്നെ നടത്തിയിട്ടുണ്ട്. മക്കൾ തമ്മിൽ പ്രശ്നം നടക്കുമ്പോഴും ഞാൻ വായ അടയ്ക്കണം പറഞ്ഞ് പ്രാർത്ഥിക്കും. ദൈവം അവിടെ പ്രവർത്തിക്കും. അടികൾ നടക്കേണ്ട സംഭവം വന്നിട്ടുണ്ട്. ഇതെല്ലാം ദൈവം നടത്തിയതിന് ഒരുപാട് നന്ദി പറഞ്ഞു. താങ്ക് യു. നന്ദി കർത്താവേ. പ്രിയസ് പറഞ്ഞ പോലെ തന്നെ വീടിന്റെ അടവത്തിടുന്ന സമയത്ത് ഒത്തിരി കറ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക്
ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അതിൻ്റെ മേൽ പ്രാർത്ഥന, നമ്മുടെ വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ, നമ്മൾ ആ വിഷയത്തിൻ്റെ മേൽ നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസവും അപ്ലൈ ചെയ്യുമ്പോൾ ആ വിഷയം എന്തുമായിക്കോട്ടെ, അത് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, മിഷ്യൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതിൻ്റെ മേലും ഇത് പ്രവർത്തിക്കും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഭാരമായിരുന്നു, പക്ഷേ ആ കറ പറ്റാതെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു. അത് ചിലപ്പോൾ നമ്മുടെ ഈ വിഷയം മറ്റൊരാൾക്കത് ചെറിയതായിരിക്കും, പക്ഷെ അവർക്കത് വലിയ കാര്യമാണ്. അവരുടെ കാര്യത്തെ കർത്താവ് അത് മാനിച്ച് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാർക്കെങ്കിലും സാക്ഷ്യമുണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു. എന്റെ പേര് നിഖിലയാണ്. പറഞ്ഞു. കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഞാൻ യൂട്യൂബ് കണ്ടാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥന കേൾക്കാറുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചേട്ടന് വല്ലാത്തരണം അങ്ങനെ ഫോണൊന്നും അധികം കാണാറില്ല, പ്രാർത്ഥനയോ അങ്ങനെ യൂട്യൂബൊന്നും അങ്ങനെ കാണാറില്ല. അപ്പൊ ഇന്ന് ഞാൻ എന്റെ മനസ്സിൽ എന്തോ യൂട്യൂബ് ഓൺ ആക്കണം എന്ന് കണ്ടപ്പോഴാണ് ലൈവായിട്ട് ഇങ്ങനെ പ്രാർത്ഥന കണ്ടത്. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചായിരുന്നു, ഇങ്ങനെ ലൈവായിട്ട് പ്രാർത്ഥന കേൾക്കണം എന്ന് ആഗ്രഹിച്ചായിരുന്നു. അതെന്തായാലും കർത്താവ് എനിക്ക് സാധിച്ചു തന്നു. എനിക്ക് ദൈവത്തോട് നന്ദി. ഈ പ്രാർത്ഥന കേൾക്കണം, ഇങ്ങനെ കേൾക്കാറുണ്ട്. നന്ദി കർത്താവ്. നന്ദി പറയണം. എനിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും സിസ്റ്റർ വളരെ ആഗ്രഹിച്ചതാണ് ലൈവിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി. ഞങ്ങളുടെ പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നത് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ മനസ്സിൻ്റെ അകത്തൊരു സമാധാനം ഉണ്ടാകുന്നത്. അത് കൂട്ടായ്മയുടെ സന്തോഷമാണ്. പ്രിയമുള്ള ഒത്തിരി ആഗ്രഹിച്ചു ലൈവിൽ ഒന്ന് ചേരാൻ വേണ്ടി. കൃപയാൽ കർത്താവ് അത് സാധിച്ചു. കർത്താവിൻ്റെ കൃപയാൽ കൂട്ടായ്മയിൽ വരുവാനും ഇനിയും ഓരോ ദിവസവും കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും ബലപ്പെടുക. നിങ്ങളുടെ അവസ്ഥകളെ കർത്താവ് മാറ്റും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് പറയുന്നു, സജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് കുടുംബത്തിൻ്റെ മേൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം വലിയൊരു വഴിത്തിരിവിനെ കർത്താവ് ചെയ്യും. കേട്ടോ, ആ പേര് എഴുതി വെച്ചോണം കേട്ടോ. സജി എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായി കണക്ട് ചെയ്ത് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഒരു വഴി തുറക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവരാണ്, പ്രാർത്ഥനാ വിഷയമല്ല. സാക്ഷ്യങ്ങളുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ, പറഞ്ഞു. ഞാനിപ്പോ ഇന്നലെ ഇതേപോലെ 9 മണിക്ക് തന്നെ ഇപ്പൊ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് 9 മണിക്ക് തന്നെ സൂമിൽ കയറാൻ പറ്റി. അപ്പോഴേക്കും എന്റെ കൊച്ചു കുഞ്ഞു ഒന്ന് മൊബൈൽ ചോദിച്ചു. എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ കുറച്ച് കഴിഞ്ഞ് തരാം, പ്രാർത്ഥനയാണ് പറഞ്ഞ ആ കുട്ടി അംഗീകരിച്ചില്ല. പിന്നെ വന്ന് വാങ്ങിയിട്ട് പോയി. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ഒന്ന് തരണം കേട്ടോ, ഒരു 10 മിനിറ്റ് നോക്കിയിട്ടേ പറഞ്ഞു. പിന്നെ എന്നും ഒന്ന് ചോദിച്ചു, ഞാൻ തരാൻ പറ്റില്ല പറഞ്ഞു. എനിക്കത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത വരികയാണ്. പിന്നെ ഞാൻ മനസ്സിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും, കുടുംബത്തിൽ വഴക്കുണ്ടാകാൻ പാടില്ല പറഞ്ഞിട്ട് ഞാനൊന്ന് ഇന്നലെ കൊടുത്തു. ഇന്നും അങ്ങനെ ആകുമ്പോഴേക്കും കുട്ടി എൻ്റെ അടുത്ത് വഴക്കിന് വന്നു. അപ്പോഴേക്ക് മോളുടെ ഫോൺ എടുത്തിട്ട് പോയി. അപ്പൊ ദൈവം അവിടെ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു. കുഞ്ഞ് മൊബൈലിന് ഒരുപാട് അഡിക്റ്റ് ആയിരിക്കുകയാണ്. ഏത് സമയത്തും മൊബൈൽ വേണം പറഞ്ഞു അമ്മ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് കർത്താവ് ഇന്ന് കുഞ്ഞിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും മാറി ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ ഇടയാകട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്ത വിശാലതയ്ക്ക് നന്ദി. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? മറ്റാരുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു വിഷയം പറഞ്ഞോട്ടെ പാസ്റ്ററെ, ഞാനൊരു വിഷയം പറഞ്ഞോട്ടെ. പറഞ്ഞു പാസ്റ്ററെ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എന്റെ മോന് ദുബായിലാണ് ജോലി. അവന്റെ ഭാര്യയും മക്കളും എന്റെ വീടിനോട് 1 മൈൽ അകലെയുള്ള അവരുടെ വീട്ടിലാണ് താമസം. അവർക്ക് അപ്പൊ അവര് നന്ദി കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എനിക്ക് ലൈവിൽ കാണുന്നതോടെ ഞാൻ പറയുന്നു, കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഏത് പ്രതികൂലത്തിലാണോ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതം ഉണ്ടാവും. സ്വീകരിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഈ ദിവസങ്ങളിൽ ഉയർച്ച ഉണ്ടാകും, പ്രതിസന്ധികൾ മാറും, രോഗങ്ങൾ സൗഖ്യമാകും. ഏത് വിഷയമായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്.
ദൈവം ഇവിടെ അത്ഭുതം പ്രവർത്തിക്കണം. എൻ്റെ മോനും എനിക്കും കുടുംബം ഒന്നിച്ച് ജീവിക്കണം. എൻ്റെ ആഗ്രഹം അതാ. ഞങ്ങൾക്ക് ഈ ദൈവം തന്നിടത്ത് ഇവിടെ 7 സെന്റ് വസ്തുവിലാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ദൈവം തന്നിടത്ത് ദൈവ പ്രവൃത്തി ഇവിടെ നടക്കണം. അതിനു വേണ്ടി മോൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും കർത്താവ് അവിടെ പ്രവർത്തിക്കും. ദൈവം അത്ഭുതം ചെയ്യും. ദൈവത്തിൻ്റെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനത്തെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അത് പറഞ്ഞാൽ മതി. കർത്താവ് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ദൈവമാണ് അത്ഭുതം ചെയ്യും. സമാധാനത്തോടെ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമെന്ന് തന്നെ പറഞ്ഞോണം. അത് അതുപോലെ സംഭവിക്കും. ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അങ്ങനെ തന്നെ ആയിത്തീരുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഇപ്പം തന്നെ ഒത്തിരി സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് സാക്ഷ്യമുള്ളവർ വരെ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ നിങ്ങൾ വാട്സാപ്പിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ അയയ്ക്കുക. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവർ ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ ഖത്തറിൽ നിന്നാണ്. ബ്രദറിനോട് പറയാൻ, ഞങ്ങൾക്ക് 7 ദിവസത്തിലെ 6 ദിവസവും പ്രെയർ ഉള്ളതാണ്. 6:30 6 o'clock അങ്ങനെ പ്രെയർ ഉള്ള 6:30 ആണ് നാട്ടിലെ 9 o'clock. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രെയറിന് യൂട്യൂബ് വഴിയാണ് കയറാൻ പറ്റിയതും. ഇതിൽ കയറിയ ദിവസം മുതൽ ഏതെല്ലാം പ്രെയർ ഉണ്ടെങ്കിലും ഒരു പ്രത്യേക അട്രാക്ഷൻ അറിയില്ല. ദൈവത്തിന്റെ ഒരു വലിയ കൃപ ഈ പ്രെയറിന് കയറാനുള്ള ഒരു എങ്ങനെയാണെന്ന് അറിയില്ല. ദൈവം ഞാൻ ഹസ്ബൻഡ് മറ്റേ പ്രെയറിന് കയറുമ്പോഴും അപ്പുറത്ത് പോയി ഇയർഫോൺ വെച്ച് ഈ പ്രെയറിന് കയറാനുള്ള ഒരു ദൈവകൃപ എന്താണെന്ന് അറിയില്ല. ദൈവത്തിന്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രദറിനെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവ്. എന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്. ഞാനെന്ന വ്യക്തിയെ കർത്താവ് ഇരുത്തിയിരിക്കുന്നുള്ളൂ. നിങ്ങളെ ഓരോ കാലഘട്ടത്തിലും ദൈവം തൻ്റെ വചനത്തെ തുറക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. കേൾക്കാനും പറയാനും കർത്താവാണ് നിങ്ങളെ ആകർഷിക്കുന്നത്. ബൈബിളൊരു വാക്യമുണ്ട്, പിതാവ് ആകർഷിക്കാത്ത ആരും പുത്രനിലേക്ക് വരത്തില്ല. ഇന്ന് പ്രിയമൾക്ക് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവം നമ്മളെ ആകർഷിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. എപ്പോഴും ഓർത്തോണം, ദൈവം നമ്മളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവിടെ വചനത്താൽ നമ്മളെ ഉറപ്പിച്ച് ആ വചനത്തിൽ നമ്മളെ സാക്ഷിയാക്കാൻ വേണ്ടിയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേട്ട വചനങ്ങൾ നിവൃത്തിയാകും, സാക്ഷിയാക്കും, ഉയർത്തും, മാനിക്കും, സ്ഥിതികളെ മാറ്റും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യങ്ങൾ? ഞാന് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാൻ മോടെ IELTS കാര്യം പറഞ്ഞിരുന്നു. അവള് പരീക്ഷ എഴുതി. പക്ഷെ അവൾക്ക് റീഡിങ്ങിന് ഒരു പോയിന്റിന് പോയി അവള്. ബാക്കിയെല്ലാം 7 band. UK വേണ്ടിയിട്ടാണ്. ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കുമോ അവൾക്ക് വേണ്ടി? ഇനി അടുത്ത് തന്നെ ഒന്നുകൂടെ എഴുതണം. ബിക്കോസ് UK എല്ലാത്തിനും 7 band വേണം. കർത്താവ് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് വഴി തുറന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആ രാജ്യത്തിൻ്റെ ഡോർ ഓപ്പൺ ആകട്ടെ, ആ സ്കോർ ലഭിക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരും സാക്ഷ്യങ്ങളില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിവുള്ള നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പിലേക്ക് അയയ്ക്കുക. നമുക്ക് എന്തിനുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യത്തിന് കാര്യം, സാക്ഷ്യം നമ്മൾ വാട്സാപ്പിൽ കേൾക്കാനുള്ളതല്ല. സാക്ഷി നമ്മൾ പൊതുവിൽ ബൈബിൾ തന്നെ പറയുന്നു, ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, പ്രതികൂലത്തിരിക്കുന്നവർക്ക് യേശു അത്ഭുതം ചെയ്യുമ്പോൾ ലൈവിൽ പറയാൻ പറയുന്നത്, നിങ്ങളെപ്പോലെ പ്രതികൂലത്തിരിക്കുന്നവർ യൂട്യൂബിലൊക്കെ കാണുന്നവരുണ്ട്, അവർക്ക് യേശുവിലേക്ക് വരാനും അത്ഭുതത്തിലേക്ക് പോകാനും ഒരു സാധ്യത. അതുകൊണ്ടാണ് ഞാൻ സാക്ഷ്യങ്ങൾ മാത്രം ലൈവിൽ പറയുകയും പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പിലേക്ക് അയക്കാൻ പറയുന്നത്. കാര്യം പ്രത്യേകിച്ച് നമ്മൾ പ്രയർ റിക്വസ്റ്റ് കേട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. അത് നമ്മൾ പ്രാർത്ഥിക്കണം, ഭർത്താവ് ചെയ്യും. പക്ഷേ സാക്ഷ്യങ്ങൾ നിങ്ങൾക്കൊരു ബലവും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നതാണ്. പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ അത്ഭുതത്തിലേക്കുള്ള വാതിലാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു, ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്ന കർത്താവെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കേട്ടതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇത് കാണുന്നവരുണ്ട്. അവരെ ബ്ലസ് ചെയ്യുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അപ്പോൾ കൂട്ടമായിട്ട് നമുക്ക് ഒരുമിച്ച് ബ്ലസ് ചെയ്യാം. സൗഖ്യങ്ങൾ, കൂട്ടസൗഖ്യം നടക്കട്ടെ. രോഗശക്തികൾ വിട്ടുമാറട്ടെ. പിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളും കുടുംബത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. സമാധാനം ഉണ്ടായി വരട്ടെ. അത്ഭുതം ഉണ്ടായി വരട്ടെ. സന്തോഷം ഉണ്ടായി വരട്ടെ. കുടുംബജീവിതത്തിൽ ഐക്യത ഉണ്ടായി വരട്ടെ. ഞെരുക്കങ്ങൾ മാറി, സാമ്പത്തിക പ്രതിസന്ധികൾ മാറട്ടെ. കർത്താവ് എല്ലാ സാമ്പത്തിക കുരുക്കുകളും യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറി നന്മയുണ്ടാകട്ടെ. ലഭിക്കുന്ന നന്മ പ്രയോജനമായി തീരട്ടെ. നന്മയും കരുണയും ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് തൊട്ടതിന് നന്ദി, അങ്ങ് അത്ഭുതം ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ട് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും